പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. അമ്മേ പരിശുദ്ധ അമ്മേ, അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, കൃപാസനത്തിലൂടെ ഞങ്ങളുടെ ദേശത്തിനും അമ്മ മധ്യസ്ഥം തേടി തന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും കൃപകൾക്കും ഞങ്ങളിപ്പോൾ ഹൃദയം നിറഞ്ഞ നന്ദി പറയുന്നു. അമ്മേ പരിശുദ്ധമേ, ദൈവമാതാവേ, 2004 ഡിസംബർ 7 ഉച്ചകഴിഞ്ഞ് 2:30 കൃപാസനത്തിൽ സംഭവിച്ച അമ്മയുടെ പ്രത്യക്ഷപ്പെടലിനെ കുറിച്ച് തിരുസഭയ്ക്ക് സമർപ്പിച്ചിരിക്കുന്ന പഠനരേഖകളുടെ മേൽ സഭാത്മകമായ പഠനം ആരംഭിക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അമ്മേ പരിശുദ്ധമേ, ഭൂസ്വർലോകങ്ങളുടെ രാജ്ഞിയായ അങ്ങേയ്ക്ക് ഭൗമസംരക്ഷണത്തിനായി പ്രപഞ്ചപ്രകൃതിയെ തന്നെ തിരുസഭ പ്രതിഷ്ഠിക്കുവാൻ ഈ പ്രത്യക്ഷീകരണം വഴി ഇടയാക്കണമേ. പരിശുദ്ധമേ, ജപമാല മാതാവേ, സകല കൃപാസനം പ്രാർത്ഥനയോടും ചേർത്ത് ഞങ്ങളിപ്പോൾ പ്രാർത്ഥിക്കുന്ന ഈ കുടുംബത്തിന്റെ പ്രത്യേക നിയോഗം പറ മക്കളെ. അമ്മയുടെ പ്രത്യക്ഷീകരണത്തിന്റെ ഈ അനുഗ്രഹവേളയിൽ ഞങ്ങൾക്ക് സാധിച്ചു തരുവാൻ കനിയണമേ. ആമേൻ. വിശ്വാസ പ്രമാണം. സർവശക്തനായ പിതാവും ആകാശത്തിന്റെയും ഭൂമിയുടെയും സൃഷ്ടാവുമായ ദൈവത്തിൽ ഞാൻ വിശ്വസിക്കുന്നു. അവിടുത്തെ ഏകപുത്രനും ഞങ്ങളുടെ കർത്താവുമായ ഈശോമിശിഹായിലും ഞാൻ വിശ്വസിക്കുന്നു. ഈ പുത്രൻ പരിശുദ്ധാത്മാവിനാൽ ഗർഭസ്ഥനായി കന്യകാമറിയത്തിൽ നിന്ന് പിറന്ന് പൊന്തിയോസ് പീലാത്തോസിന്റെ കാലത്ത് പീഡകൾ സഹിച്ച് കുരിശിൽ തറയ്ക്കപ്പെട്ട് മരിച്ച് അടക്കപ്പെട്ട് പാതാളങ്ങളിൽ ഇറങ്ങി മരിച്ചവരുടെ ഇടയിൽ നിന്ന് 3-ാം നാൾ ഉയർത്ത് സ്വർഗത്തിലേക്ക് എഴുന്നള്ളി സർവശക്തിയുള്ള പിതാവായ ദൈവത്തിന്റെ വലതുഭാഗത്തിരിക്കുന്നു. അവിടെ നിന്ന് ജീവിക്കുന്നവരെയും മരിച്ചവരെയും വിധിക്കുവാൻ വരുമെന്നും ഞാൻ വിശ്വസിക്കുന്നു. പരിശുദ്ധാത്മാവിലും ഞാൻ വിശ്വസിക്കുന്നു. വിശുദ്ധ കത്തോലിക്കാ സഭയിലും പുണ്യവാന്മാരുടെ ഐക്യത്തിലും പാപങ്ങളുടെ മോചനത്തിലും ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യമായ ജീവിതത്തിലും ഞാൻ വിശ്വസിക്കുന്നു. ആമേൻ. സ്വർഗ്ഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങയുടെ നാമം പൂജിതമാകണമേ. അങ്ങയുടെ രാജ്യം വരണമേ. അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ ഞങ്ങൾ രക്ഷിക്കണമേ. ആമേൻ. നന്മ നിറഞ്ഞ മറിയമേ, സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. കർത്താവേ, നിന്റെ ഉന്നതമായ നാമത്തിന് സ്വസ്ത്രം ചെയ്യുന്നു. കർത്താവേ, നിന്റെ വിശുദ്ധ പൗരോഹിത്യത്തെ മഹത്വപ്പെടുത്തണമേ. കർത്താവേ, 40 വർഷം ഞാൻ അർപ്പിച്ച കുർബാനയുടെ യോഗ്യതയാണ്. കൃപാസനത്താറെ ജീവനോടെ പ്രത്യക്ഷപ്പെട്ട പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥത്തിൽ ഞാൻ മക്കളെ ഈശോ നാമത്തെ ആശീർവദിക്കുന്നു. ഈശോ ഇന്നീ പ്രാർത്ഥനയുടെ കുരിശിൻ്റെ ഒരു ആശീർവാദം കിട്ടിയിട്ട് തങ്ങളുടെ ജീവിതത്തിൻ്റെ ഉത്തരവാദിത്തങ്ങൾക്ക് പോകാൻ ആഗ്രഹിക്കുന്നവരെയാണ് ഈശോ ഞാനിപ്പോൾ പ്രധാനമായിട്ട് ഓർക്കുന്നത്. ഇന്നത്തെ യാത്രകളെല്ലാം ഞാൻ ആശീർവദിക്കുന്നു. നിൻ്റെ ഓരോ സംസാരവും നീ ആരോടൊക്കെ നിന്ന് സംസാരിച്ചാലും അതെല്ലാം നിനക്ക് അനുകൂലമായി വരാൻ ഞാൻ ആശീർവദിക്കുന്നു. നീ രേഖകൾ ഒപ്പിടുമ്പോഴേ കർത്താവിൻ്റെ ആശീർവാദം ഞാൻ നിനക്ക് നൽകുന്നു. നീ ഒരു പുസ്തകം വായിക്കുമ്പോഴേ, നീ എഴുതുമ്പോഴേ, നീ ഒരു രേഖ കൈമാറുന്നത് എല്ലാ പ്രക്രിയകളെയും കർത്താവിൻ്റെ നാമത്തിൽ ഞാൻ ആശീർവദിക്കുന്നു. നീ ഇന്ന് ആശുപത്രിയിലാണ് പോകണമെന്നുണ്ടെങ്കിൽ നിൻ്റെ ഡോക്ടർ നിൻ്റെ വിഷയങ്ങളെല്ലാം കേൾക്കുകയും കൃത്യമായ മരുന്ന് നിനക്ക് നിശ്ചയിച്ചു തരികയും
കൃത്യമായ പ്രിസ്ക്രിപ്ഷൻ നൽകുകയും നല്ല ഡയഗ്നോസിസ് നടക്കാൻ വേണ്ടി, ഷാർപ്പ് ഡയഗ്നോസിന് വേണ്ടി എല്ലാ രോഗികളെയും ഈശോ നാമത്തിൽ ആശീർവദിക്കുന്നു. കർത്താവേ, നീ കഴിക്കുന്ന ഭക്ഷണം ഇന്ന് നീ ചിലപ്പോൾ പ്രാർത്ഥിക്കാതെ കഴിക്കാമായിരിക്കും, പെട്ടെന്ന് കഴിക്കുമായിരിക്കും, സാരമില്ല. എങ്കിലും നീ ഓർത്താലും ഓർത്തില്ലേലും നീ ഇന്ന് കഴിക്കാൻ പോകുന്ന മുഴുവൻ ഭക്ഷണപദാർത്ഥങ്ങളെ, നീ ഇന്ന് കുടിക്കാൻ പോകുന്ന മുഴുവൻ പാനീയങ്ങളെ, ശുദ്ധവെള്ളം ഉൾപ്പെടെ കർത്താവിൻ്റെ നാമത്തിൽ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധനാമത്തിൽ ആശീർവദിക്കുന്നു. എൻ്റെ പ്രിയപ്പെട്ടവർ, നമ്മളെ കഴിഞ്ഞ ദിവസങ്ങളെ കണ്ടത് നീ എന്താണ് ചെയ്തത് എന്ന് ചോദിച്ചു. പിന്നെ ദൈവം ഏലിയായോട് നീ എന്ത് ചെയ്യുന്നു എന്ന് ചോദിച്ചു. ഇനി ഭാവി ജീവിതവും ദൈവം അഡ്രസ്സ് ചെയ്യുന്ന ദൈവം നിരീക്ഷിക്കുന്ന വിഷയമാണ്. നീ എന്താണ് ചെയ്യാനിരിക്കുന്നത് എന്നും ചോദിക്കും. അതാണ് വിഷയം. എന്താണ് ചെയ്തത്, എന്ത് ചെയ്യുന്നു, എന്താ ദൈവം ചോദിക്കണത്? എന്താണ് നീ ചെയ്യാനിരിക്കുന്നത്? ഇപ്പം ഭാവിയിൽ നീ എന്താണ് ചെയ്യാനിരിക്കുന്നത്? അത് മോശമായാലും നന്മയായാലും ദൈവം അത് ചെയ്യരുതെന്നും പറയത്തില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ അങ്ങനൊന്നും പറയത്തില്ല. അതെപ്പോഴും ഓർത്തേക്കണം. ദൈവം നിന്നെ ട്രെയിൻ ചെയ്യണ മനസ്സാക്ഷിയൊക്കെ തരുന്നതിനൊക്കെ ഒരു മിനിമം ടൈമുണ്ട്. നീ ഭാവിയിൽ നീ ജയിലിൽ കിടക്കുമ്പോഴോ, അല്ലെങ്കിൽ കേസിൽ അകപ്പെട്ട് കഴിയുമ്പോഴോ, അല്ലെങ്കിൽ നാട്ടുകാർ നിന്നെ കൈകാര്യം ചെയ്ത് കഴിയുമ്പോഴോ, വീട്ടിൽ നിനക്ക് വില പോയി കഴിയുമ്പോഴോ, അയ്യോ ദൈവം എന്നെ നേരത്തെ ഓർപ്പിച്ചാൽ മതിയായിരുന്നല്ല, ഇത് ഒരു നിമിഷം വന്ന് അബദ്ധമായി പോയില്ല എന്നൊക്കെ പറയും. അങ്ങനെയൊന്നും പറയാൻ പറ്റുകയില്ല. ഒരു പ്രായം കഴിഞ്ഞാൽ പിന്നെ ദൈവം ആ പ്രായത്തിന് ആർജിക്കേണ്ട സാമാന്യ ബോധം നീ ആർജിച്ച് കാണും. പിന്നെ ഓരോ കാര്യത്തിനും വന്നിട്ട് പിന്നെ നീ ഇതെല്ലാം ആർജിച്ചിട്ട് തെറ്റാണെന്ന് അറിഞ്ഞെങ്കിലും പിന്നെ ആ തെറ്റിൽ ഉറച്ചൊന്ന് ചെയ്യണമെങ്കിൽ കർത്താവ് പറയും അത് വേഗം ചെയ്ത് മാറ്റാൻ പറയും. അത്രേ ഉള്ളൂ ചെയ്ത്, അല്ലാതെ ചെയ്യരുതെന്ന് പറയത്തില്ല. അങ്ങനെ പറയണമെങ്കിൽ യൂദോസിനോട് പറയാമായിരുന്നു ഈശോട്, നീ ചെയ്യാൻ പാടില്ല കേട്ടാ ഇതെന്ന് പറഞ്ഞില്ല. ഇപ്പം ചെയ്യാതിരിക്കുന്ന കാര്യമാണ്, തെറ്റാണെങ്കിൽ ഈശോ പറയും വേഗം ചെയ്യാൻ പറയും. അതാണ് ദൈവത്തിൻ്റെ ഒരു നിലപാട്. അല്ല അവിടെ നിന്ന് ഓരോരുന്ന കാര്യത്തിൽ വന്ന് തിരുത്തത്തില്ല. യോഹന്നാൻ 13:27 എടുത്തേ. അപ്പക്കഷ്ണം സ്വീകരിച്ചതിനെ തുടർന്ന് സാത്താൻ അവനിൽ പ്രവേശിച്ചു. യേശു അവനോട് പറഞ്ഞു നീ ചെയ്യാനിരിക്കുന്നത് വേഗം ചെയ്യുക. ഇതാണ് അവസ്ഥ. മനസ്സിലായില്ലേ? വേഗം ചെയ്യാൻ. വേഗം എന്നുള്ള വാക്ക് ഉപയോഗിക്കേണ്ട കാര്യമില്ലേ? പക്ഷേ ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. എല്ലാ ദുരന്തവും വേഗമായിരിക്കും. ദൈവം കൈവിട്ടതിൻ്റെ അവസ്ഥ അതായിരിക്കും. നിങ്ങൾ ആത്മഹത്യയൊക്കെ ചെയ്തിട്ട് ഡിപ്രഷനാണ്, ഭ്രാന്താന്നൊരു കാര്യമൊന്നുമില്ല. ദൈവം കൈവിട്ടവന് ആരും ആത്മഹത്യ ചെയ്യത്തില്ല. ഇപ്പോൾ പുതിയ ശാസ്ത്രമൊക്കെ മനഃശാസ്ത്രമൊക്കെ ഇറങ്ങിയിട്ട് ഓരോരോ എഴുതി തള്ളലല്ലേ. ഇത് ദൈവം തള്ളുവായത്. ബൈബിൾ ആത്മഹത്യ ചെയ്തിരിക്കുന്ന ആൾക്കാരുടെ എണ്ണം നോക്കിയേ. എല്ലാ എണ്ണന്മാരും ദൈവം കൈവിട്ട കക്ഷികളായിരിക്കും. ഇപ്പം നമ്മൾ പറയും അത് മാനസിക രോഗമാണ്, ഡിപ്രഷനാണ്, ഭയങ്കര സമ്മർദ്ദമാണെന്നൊക്കെ പറയും. അപ്പം അങ്ങനെ സമ്മർദ്ദമാണ്, പിന്നെ പ്രൊട്ടക്ഷൻ്റെ ആവശ്യമില്ല. ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യുന്നില്ല. സമ്മർദ്ദം എന്ന് പറയുമ്പോൾ സമ്മർദ്ദം ആത്മഹത്യ എന്ന് പറഞ്ഞാൽ പിന്നെ പ്രൊട്ടക്ഷൻ അവിടെ പോയി. അപ്പോൾ ദൈവം പ്രൊട്ടക്റ്റ് ചെയ്തില്ലെന്നാണ്. ദൈവം എന്തുകൊണ്ടാണ് പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത്? ദൈവം പ്രൊട്ടക്റ്റ് ചെയ്യാഞ്ഞത് ദൈവത്തിന് അവിടെ ഓപ്ഷനില്ല. ദൈവം കൂടെ സഞ്ചരിച്ച ഒരാളാണ് യൂദാസ്. എന്നിട്ടും കർത്താവിനെ അയാൾ സ്വീകരിച്ചില്ല. പിന്നെ അവൻ എന്ത് ചെയ്യണം? അവൻ ചെയ്യാനുള്ളത് വേഗം ചെയ്യണം. അതൊരു നിലപാടാണത്. അപ്പോൾ ഭാവിയിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ തിന്മയെങ്കിലും ദൈവത്തിൻ്റെ രീതി വേഗം ചെയ്ത് മാറ്റാനാണത്. അല്ലാതെ മകനെ ചെയ്യല്ലേ മകനെ, കർത്താവിനെ ഒറ്റിക്കൊടുക്കുന്ന കാര്യമായാലും പറയും, കർത്താവ് പറയും വേഗം ചെയ്ത് മാറ്റാൻ പറയും. എന്താ കാര്യം? ആ സാത്താൻ അവൻ പ്രവേശിച്ചിരിക്കുകയാണ്. അവൻ ദൈവത്തെ തള്ളിക്കളഞ്ഞു. സാത്താന് അവസരം കൊടുത്തു. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. എഫേസ്യോസ് 4:27. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. അതാണ് വിഷയം. സാത്താന് നിങ്ങൾ അവസരം കൊടുക്കരുത്. കാര്യം അവനാണെങ്കിൽ അവസരം തിരക്കുണ്ടാക്കുന്ന കക്ഷിയാണ്. ആരെ വിഴുങ്ങണമെന്നറിയാതെ പത്രോസ് പറയുന്നുണ്ടല്ലോ. അത് 1 പത്രോസ് 5:8. നിങ്ങളുടെ ശത്രുവായ പിശാച് അലറുന്ന സിംഹത്തെ പോലെ ആരെ വിഴുങ്ങണമെന്ന് അന്വേഷിച്ചുകൊണ്ട് ചുറ്റി നടക്കുന്നു. അപ്പൊ ഈ യൂദാസിനെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ചുറ്റി നടന്ന് പകുതിയും വിഴുങ്ങി, സാത്താൻ അയാളെ വിഴുങ്ങിയ സ്ഥിതിക്ക് പിന്നെ ദൈവത്തിന് അയാളെ ആവശ്യമില്ല.
അതാണ് ഈശോ പറയണത്, നീ ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ. ഇപ്പം ദൈവം നമ്മളെപ്പോഴും ഓർത്തേക്കണം, ഓരോരോ വിഷയത്തിൽ ദൈവം വന്നിട്ട് അത് ചെയ്യരുത് ഇത് ചെയ്തെന്ന് പറയത്തില്ല. നിനക്ക് സാമാന്യ ബുദ്ധിയും ബോധമൊക്കെ ആയി കഴിഞ്ഞാൽ അത് ദൈവത്തിൻ്റെ ബോധം തന്നെയാണ്. പിന്നെ ചെയ്യണ തെറ്റും ശരി നിനക്കറിയാവുന്നുണ്ടെങ്കിൽ പിന്നെ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പൂർണ്ണമായ ഉത്തരവാദിത്വം നിനക്കാണ്. ഇങ്ങനെ കുറേ കാലം മനഃപൂർവ്വം വെട്ടിപ്പും തട്ടിപ്പും സമാധാനം കെടുത്തൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ച് കഴിയുമ്പോൾ ഈ സാധനം തിരിച്ചു വരും. തിരിച്ചു വരുമ്പോൾ ആരും ഉണ്ടാകത്തില്ല. കർത്താവിൻ്റെ നിലപാട് തന്നെ കണ്ടില്ല, ചെയ്യാനുള്ളത് വേഗം ചെയ്യാൻ, ആത്മഹത്യ ആണെങ്കിൽ ആത്മഹത്യ വേഗം ചെയ്ത് മാറാൻ പറ്റും. അങ്ങനെ യുവദാസ് പോയി ആത്മഹത്യ ചെയ്തു. അപ്പോൾ ഭാവി കാലങ്ങളും ദൈവം നിരീക്ഷിക്കേണ്ട ഒരു വിഷയമാണ്. ഭാവി കാലങ്ങളിൽ ചെയ്യാനിരിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് നിരക്കുന്ന കാര്യങ്ങളാകാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം. മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ അൾത്താരയിൽ വന്ന് സാക്ഷ്യം പറയാൻ എന്നെ അനുവദിച്ചതിന് ഒരുപാട് നന്ദി. എൻ്റെ പേര് ക്രിസ്റ്റി തോമസ്. ഞാൻ കോട്ടയം ജില്ലയിലെ ഏറ്റുമാനൂർ സെൻറ്റ് ജോസഫ് ജ്ഞാനായ കത്തോലിക്ക ഇടവകയിൽ നിന്നാണ് വരുന്നത്. ഇതെൻ്റെ ആൻറ്റിയാണ്. ആൻറ്റി കാരണമാണ് ഞാനിവിടെ വരാനും ഉടമ്പടി എടുക്കാനും എനിക്ക് അനുഗ്രഹം കിട്ടാനും സാധിച്ചത്. ആദ്യമായിട്ട് ഞാൻ മാതാവിൻ്റെ ഉടമ്പടി എടുക്കുന്നത് 2021 അന്ന് ഞാൻ BSc നഴ്സിംഗ് സെക്കൻഡ് ഇയർ പഠിച്ചുകൊണ്ടിരിക്കുമായിരുന്നു. അപ്പം ഫാർമക്കോളജി, പതോളജി, ജെനറ്റിക്സ് എന്ന് പറയുന്നൊരു 3 സബ്ജക്റ്റ് ഉണ്ട്. അപ്പം നമ്മൾ ഏതെങ്കിലും ഒരു സബ്ജക്റ്റിൽ ഫെയിലായാൽ 3 സബ്ജക്റ്റും എനിക്ക് വീണ്ടും എഴുതേണ്ടി വരും. അപ്പോൾ എനിക്ക് വളരെ ടെൻഷനായിരുന്നു എങ്ങനെയാണ് ഇത് അപ്പിയർ ചെയ്യേണ്ടതെന്ന്. അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു നമ്മൾ എന്തായാലും ഇത് ഫെയിലാവും, കാരണം എനിക്ക് ക്ലിനിക്കൽ കുറച്ച് ടഫായിരുന്നു. അങ്ങനെ ഞങ്ങൾ സാക്ഷ്യങ്ങൾ കേട്ടു. അപ്പം എൻ്റെ ഫ്രണ്ട് പറഞ്ഞു നമുക്ക് ഓൺലൈൻ ഉടമ്പടി എടുക്കാം, നമ്മൾ പാസ്സാവുമെന്ന്. അങ്ങനെ ഞങ്ങൾ രണ്ടുപേരും മാതാവിൻ്റെ ഓൺലൈൻ ഉടമ്പടി എടുത്ത് എല്ലാ ദിവസവും രാവിലെ 5:30 എഴുന്നേറ്റ് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിൻ്റെ കാശുരൂപവും അതുപോലെ എണ്ണയൊക്കെ ഉപയോഗിച്ച് ഞാൻ പരീക്ഷയ്ക്ക് പോയി. ഉടമ്പടി തൈലം ഞാൻ നെറ്റിയിൽ കുരിശ് വരച്ചിട്ടായിരുന്നു ഞാൻ പരീക്ഷയ്ക്ക് പോയത്. അങ്ങനെ പരീക്ഷയ്ക്ക് ചെന്ന് എനിക്ക് ഭയങ്കര ടഫായിരുന്നു എക്സാം. ഞാൻ പഠിച്ചൊന്നുമല്ല വന്നത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ ഞാനല്ല ഈ പരീക്ഷ എഴുതുന്നത്, നീയാണ് പരീക്ഷ എഴുതുന്നതെന്ന്. അങ്ങനെ പരീക്ഷ കഴിഞ്ഞ ഉടനെ ഞാൻ വന്ന് കൊന്തയില്ലി. അങ്ങനെ എല്ലാ പരീക്ഷയിലും ഞാൻ അങ്ങനെ തന്നെയായിരുന്നു. റിസൾട്ട് വന്നപ്പോൾ എൻ്റെ ഹോൾ ടിക്കറ്റ് നമ്പർ കാണുന്നില്ല. അപ്പം ഞാൻ വിചാരിച്ചു ഞാൻ ഫെയിലായെന്ന്. പക്ഷെ അത് കഴിഞ്ഞ് ഏറ്റവും മുകളിൽ ആ ഹോൾ ടിക്കറ്റ് നമ്പർ കണ്ടു. അങ്ങനെ പിറ്റേ ദിവസം ഞാൻ ക്ലാസ്സിൽ വന്നപ്പോൾ എല്ലാവരും പറഞ്ഞു കൺഗ്രാജുലേഷൻസ്. അപ്പോൾ ഞാനോർത്ത് എന്തിനാണ് എന്നോട് കൺഗ്രാജുലേഷൻ പറയുന്നത്. അപ്പോഴാണ് എന്നോട് പറയുന്നത് നീയാണ് നമ്മുടെ ക്ലാസ്സിലെ ടോപ്പർന്ന്. എനിക്ക് ഉറപ്പാണ് ഞാൻ ഒന്നും ആ എക്സാമിൽ എഴുതിയിട്ടില്ല. മാതാവല്ലാതെ വേറെ ആരുമല്ല എക്സാം എഴുതിയത്. അങ്ങനെ എൻ്റെ എൻ്റെ എല്ലാ BSc നഴ്സിംഗിൻ്റെ എക്സാമിനും ഇതേപോലെ തന്നെയാണ് ഞാൻ പരീക്ഷയ്ക്ക് പോയത്. എനിക്ക് അന്നൊന്നും പേടിക്കേണ്ട അവസ്ഥയായി വന്നിട്ടില്ല. അതിനുശേഷം ഞാൻ 2023 എന്ത് ചെയ്യണം എന്നറിയത്തില്ല. OET എഴുതണം, കുറേ പേര് പറയുന്നു എക്സ്പീരിയൻസ് എടുക്കണം എന്ന്. പക്ഷേ എനിക്ക് ഭയങ്കര കൺഫ്യൂഷനായിരുന്നു. അങ്ങനെ ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചു. അപ്പോൾ മാതാവ് എനിക്കെന്തോ ഒരു ഉള്ളിൽ നിന്ന് പറയുന്നു OET എഴുത്, ഡൽഹിക്ക് പോകണ്ട. അപ്പം ഞാൻ മാതാവിനോട് ഇവിടെ വന്ന് ഞാൻ ഉടമ്പടി എടുത്ത് ഞാൻ OETക്ക് പ്രിപ്പയർ ചെയ്തു. അങ്ങനെ എക്സാം എഴുതിയപ്പോൾ റീഡിങ് ഭയങ്കര ടഫായിരുന്നു. എനിക്ക് മാത്രമല്ല എല്ലാ പിള്ളേർക്കും. അപ്പം ഞങ്ങൾക്ക് ലൊക്കേറ്റ് ചെയ്യാൻ പോലും പറ്റുന്നില്ല റീഡിങ്. അങ്ങനെ ഞാൻ അവസാന നിമിഷം അസസർ എൻ്റെ മുമ്പിൽ വന്നപ്പോഴാണ് ഞാൻ 10 ക്വസ്റ്റ്യൻ ആൻസർ ചെയ്യുന്നത്. ഒരു 10 ക്വസ്റ്റ്യനോളം ഞാൻ അറ്റൻഡ് ചെയ്തിട്ടേ ഇല്ല. അപ്പം ഞാൻ എന്തായാലും ഉറപ്പിച്ചു ഞാൻ തോറ്റുപോയി. അത് കഴിഞ്ഞിട്ട് എൻ്റെ റൈറ്റിംഗ് വന്നു. ഞാൻ ഈ റീഡിങ്ങിൻ്റെ ടെൻഷനിലാണ് റൈറ്റിംഗ് എഴുതിയത്. റൈറ്റിങ്ങിനും എനിക്ക് ഭയങ്കര പാടായിരുന്നു. പിന്നെ സ്പീക്കിംഗ് കഴിഞ്ഞു. അങ്ങനെ എക്സാമിൻ്റെ റിസൾട്ട് വന്നപ്പോൾ എനിക്ക് റൈറ്റിങ്ങിനാണ് C ആയിപ്പോയത്. ബാക്കി എല്ലാത്തിനും എനിക്ക് B ഉണ്ടായിരുന്നു. പക്ഷേ എനിക്ക് മാതാവ് ക്ലബിംഗ് സ്കോർ തന്ന് മാതാവ് എന്നെ അനുഗ്രഹിച്ചു. വേറെ ഏതെങ്കിലും വിഷയത്തിന് C ആയിരുന്നു എനിക്ക് ആ ക്ലബിംഗ് സ്കോർ കിട്ടത്തില്ലായിരുന്നു. അങ്ങനെ എൻ്റെ ക്ലബിംഗ് സ്കോർ തീരുന്ന ആ മാസം ഞാൻ വീണ്ടും ഒന്നും കൂടെ OET എഴുതാമെന്ന് വിചാരിച്ചു. ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, ഇനി ഞാൻ മാതാവ് ഈ OET എഴുതത്തില്ല, നീ എന്നെ അവിടെ കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ മാത്രം എന്നെ ജയിപ്പിച്ചാൽ മതി, വെറുതെ പ്രതീക്ഷ എനിക്ക് തരരുതെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ 2ാമത് പരീക്ഷ എഴുതിയപ്പോൾ എനിക്ക് ഭയങ്കര ടെൻഷനുള്ള ആളാണ്. അപ്പോൾ ഒരുപാട് പേരെ കാണുമ്പോൾ എനിക്ക് ടെൻഷനാണ്. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊരു പീസ്ഫുൾ ഒരു സ്ഥലത്ത് നിന്ന് പരീക്ഷ എഴുതാൻ പറ്റണേന്ന്. അങ്ങനെ മാതാവ് എനിക്ക് നല്ലൊരു സ്ഥലം പത്തനംതിട്ടയിൽ തന്നു. അങ്ങനെ അവിടെ നിന്ന് ഞാൻ വളരെ കൂളായിട്ട് പരീക്ഷ എഴുതി. റിസൾട്ട് വന്ന സമയത്ത് ഞാൻ ക്ലബിംഗ് സ്കോർ മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. പക്ഷേ എനിക്ക് മാതാവ് എല്ലാ വിഷയത്തിനും വീണ്ടും B തന്ന് 2 വർഷത്തെ വാലിഡിറ്റിയോടുകൂടി മാതാവ് എന്നെ രക്ഷിച്ചു. അപ്പോൾ എനിക്ക് ഉറപ്പായിരുന്നു എന്തായാലും എനിക്ക് പോകാൻ പറ്റും, അല്ലെങ്കിൽ എനിക്ക് ഈ 2 വർഷം കിട്ടത്തില്ല. അപ്പോൾ എനിക്ക് പണ്ട് മുതലേ ഞാനിങ്ങനെ യൂട്യൂബിലൊക്കെ വീഡിയോസ് കാണുമ്പം അവിടെ അയർലൻഡ് മാതാവിൻ്റെ സ്ഥലമാണ്. അപ്പോൾ അവിടെ ഒരു മാതാവ് പ്രത്യക്ഷപ്പെട്ട ഒരു പള്ളി ഉണ്ടെന്നൊക്കെ പറയുമ്പോൾ ഞാൻ ഇങ്ങനെ വെറുതെ വിചാരിക്കുമായിരുന്നു അവിടെ നിന്ന് പോകാൻ പറ്റിയിരുന്നെങ്കിൽ എന്ന്. അങ്ങനെ ഞാനിരുന്നപ്പോൾ എൻ്റെ കൂടെ OET പഠിച്ചൊരു കൊച്ചുണ്ടായിരുന്നു. അവൾ ഹിന്ദുവാണ്. അപ്പം
അവൾക്ക് ഭയങ്കര പേടിയായിരുന്നു പരീക്ഷയ്ക്ക്. അപ്പം ഞാനിങ്ങനെ പറഞ്ഞു മാതാവിനോട് പ്രാർത്ഥിക്കുക. അപ്പം അവൾ മാതാവിനോട് പ്രാർത്ഥിച്ചു. അങ്ങനെ അവൾക്ക് അയർലൻഡ് സ്കോറാണ് കിട്ടിയത്. അവൾ അങ്ങനെ അയർലൻഡിൽ ചെന്നായിരുന്നു. അങ്ങനെ അവൾ ഒരു വർഷം കഴിഞ്ഞപ്പോൾ എന്നോട് പറഞ്ഞു, എടി ഒരു വേക്കൻസി വന്നിട്ടുണ്ട്, അത് ഞാൻ HR പറഞ്ഞ് നിനക്ക് എങ്ങനെയെങ്കിലും ഞാൻ റെക്കമെൻഡ് ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ എനിക്ക് അവർ ഇൻ്റർവ്യൂ തന്നപ്പോഴും എനിക്ക് വലിയ പ്രതീക്ഷയൊന്നും ഇല്ലായിരുന്നു. കാരണം ഇപ്പോൾ പ്രോസസ്സിംഗ് ഒന്നും നടക്കുന്നില്ല. അങ്ങനെ ഞാൻ ഇൻ്റർവ്യൂവിന് ഇരുന്നപ്പോൾ നെറ്റ്വർക്കിൻ്റെ ഇഷ്യൂ കാരണം എനിക്ക് അവർ പറയുന്നൊന്നും കേൾക്കാൻ വയ്യായിരുന്നു. അവർ ഒരു ചാൻസ് തന്നു, 2 ചാൻസ് തന്നു, പിന്നെ അവർ എനിക്ക് നോർമൽ കോൾ വരെ വിളിച്ചു, എന്നിട്ടും എനിക്കൊന്നും കേൾക്കാൻ വയ്യ. അവസാനം ഞാൻ വിചാരിച്ചു എൻ്റെ ഈ ഇൻ്റർവ്യൂ പോയി. അങ്ങനെ ഞാൻ മാതാവിൻ്റെ പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലിക്കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു മെയിൽ വന്നു. നോക്കിയപ്പോൾ എൻ്റെ ഓഫർ ലെറ്ററും കോൺട്രാക്റ്റുമാണ് എനിക്ക് മെയിലിലേക്ക് വന്നത്. ഞാൻ ഒന്നും പറഞ്ഞിട്ടില്ല ഈ ഇൻ്റർവ്യൂവിന്. അത് കഴിഞ്ഞ് അവർ പറഞ്ഞു ഡിസംബർ 22-ാം തീയതി ഇവിടെ വന്ന് ജോയിൻ ചെയ്യണം എന്ന് പറഞ്ഞു. അതൊരു ഓഗസ്റ്റ് മാസമായിരുന്നു. അപ്പം അയർലൻഡിൻ്റെ പ്രോസസ്സിങ് നമുക്ക് അറിയാം, ഭയങ്കര ഡിലേ ആണ്. ഞാനൊന്നും തുടങ്ങിയിട്ടില്ല പ്രോസസ്സിങ്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഇത് നീ എനിക്ക് തന്നതാണെങ്കിൽ എനിക്ക് അവിടെ പോകാൻ പറ്റണേന്ന്. അങ്ങനെ ഞാൻ ആ സ്ഥലം വെറുതെ ഗൂഗിൾ ചെയ്ത് നോക്കിയപ്പോൾ മാതാവ് പ്രത്യക്ഷപ്പെട്ട പള്ളിയുടെ തൊട്ടടുത്താണ് ഞാൻ പോകുന്ന ഹോസ്പിറ്റൽ. പിന്നെ ഞാൻ എൻ്റെ പ്രോസസ്സിങ് തുടങ്ങിയപ്പോൾ ഭയങ്കര ഡിലേ ആയിരുന്നു. എനിക്ക് കോളേജിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടുന്നില്ല. ഞാൻ പഠിച്ച ഹോസ്പിറ്റലിൽ നിന്ന് സർട്ടിഫിക്കറ്റ് കിട്ടാൻ കുറച്ച് പാടായിരുന്നു. അവസാനം ഞാൻ ഇവിടെ വന്ന് ആൻറ്റി പറഞ്ഞു ഒന്നും കൂടെ നീ ഉടമ്പടി എടുക്കുക, അപ്പോൾ പുതുക്കുമ്പോൾ എന്തായാലും നിനക്ക് കിട്ടുമെന്ന് പറഞ്ഞു. ഞാൻ ഇവിടെ വന്ന് മാതാവിൻ്റെ ഉടമ്പടി ഒന്നും കൂടെ പുതുക്കി. അങ്ങനെ ഞാൻ റിസൈൻ ചെയ്തു. വീണ്ടും ഞാൻ ഹൈദരാബാദിൽ പോയി ആ സർട്ടിഫിക്കറ്റ് എല്ലാം എനിക്ക് കിട്ടി. പ്രിൻസിപ്പൾ ആദ്യം തരത്തില്ല എന്ന് പറഞ്ഞ സർട്ടിഫിക്കറ്റ് ഞാൻ അവിടെ ചെന്ന് 10 മിനിറ്റിനുള്ളിൽ എനിക്ക് എല്ലാം സൈൻ ചെയ്ത് തന്നു. അതിനുശേഷം ഞാൻ വീണ്ടും പ്രത്യക്ഷീകരണത്തിൻ്റെ എല്ലാ ഉടമ്പടി പത്രവും അതുപോലെ തന്നെ എൻ്റെ നേർച്ച വസ്തുക്കളും ഞാൻ നന്നായിട്ട് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ എൻ്റെ പ്രോസസ്സിങ് ഞാൻ സ്റ്റാർട്ട് ചെയ്തു. പക്ഷേ ഞാൻ ഏജൻസി ഒന്നുമില്ല, ഞാൻ ഡയറക്റ്റ് ആയതുകൊണ്ട് തന്നെ ആരും എനിക്ക് വേണ്ടി ഒന്നും ചെയ്തു തരത്തില്ലായിരുന്നു. അപ്പം ഞാൻ തന്നെയായിരുന്നു ഈ പ്രോസസ്സിങ് മുഴുവൻ കംപ്ലീറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ എനിക്കൊന്നും അറിയത്തില്ല. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു എനിക്കൊന്നും അറിയത്തില്ല, നീയാണ് എൻ്റെ ഏജൻറ്റ്, നീ തന്നെ വേണം എന്നെ അവിടെ എത്തിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ചില ഏജൻസിക്കാർ എനിക്ക് വേണ്ടി അവർ ഡൗട്ട് ക്ലിയർ ചെയ്ത് തന്നെ എന്നെ ഇങ്ങോട്ട് വിളിക്കുമായിരുന്നു. അങ്ങനെ എൻ്റെ DL ഞാൻ അപ്ലൈ ചെയ്തു. DLന് പുതിയ അപ്ഡേഷൻ വന്നായിരുന്നു. 3 മാസമെങ്കിലും എടുക്കും DL കിട്ടാമെന്ന് പറഞ്ഞു. അപ്പം തന്നെ ഞാൻ തുടങ്ങിയപ്പോൾ തന്നെ ഡിസംബർ 22-ാം തീയതി എനിക്ക് ജോയിൻ ചെയ്യുകയും വേണം. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവ് ഡിസംബർ തീരുന്നതിന് മുമ്പ് എനിക്ക് DL തരണം എന്ന്. അങ്ങനെ ഞാൻ എല്ലാ ദിവസവും പ്രാർത്ഥന ചെല്ലും, ഈ മെയിൽ നോക്കും, പക്ഷെ വന്നിട്ടില്ല. അങ്ങനെ ഒരു 27-ാം തീയതി ആയപ്പോൾ ഞാൻ നോക്കി, പക്ഷെ വന്നിട്ടില്ല. അപ്പോൾ ഞാൻ മാതാവിനോട് പറഞ്ഞു, ഓ മാതാവ് ഈ ഉടമ്പടി ഒന്നുമില്ല, ഞാൻ ഇനി ഈ ഉടമ്പടി പ്രാർത്ഥന ചെല്ലത്തില്ല, ഞാൻ പറയും കൃപാസനം വെറുതെയാണ് ഞാൻ പറയൂന്ന് ഞാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ട് ഒന്നുകൂടെ മെയിൽ നോക്കിയപ്പോൾ എൻ്റെ DL വന്നേക്കുക. അതും അന്ന് ഹോളിഡേ ആണ്. അപ്പോൾ അവർക്ക് ഹോളിഡേ ആയതുകൊണ്ട് ഇയർ എൻഡിങ് ആയതുകൊണ്ട് എല്ലാവരും പറഞ്ഞു ഈ മാസം എന്തായാലും എനിക്ക് DL കിട്ടത്തില്ല. പക്ഷേ എനിക്ക് ആ ദിവസം 10 മണിക്ക് എനിക്ക് DL വന്നു. അതിനുശേഷം ഞാൻ എക്സാമിന് ബുക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഡേറ്റ് എടുക്കാൻ വേണ്ടിയിരുന്നു. അപ്പോൾ എനിക്ക് വിസ കാർഡ് ഇല്ലായിരുന്നു. പക്ഷേ വിസ കാർഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ പറഞ്ഞു 7-8 ദിവസം എടുക്കും, അപ്പോൾ എൻ്റെ എക്സാം ഡിലേ ആവും. അങ്ങനെ വിസ കാർഡ് ഞാൻ കുറേ ബാങ്കിൽ ചോദിച്ചു, പക്ഷേ കിട്ടിയില്ല. അങ്ങനെ അവസാനം ഞാനൊരു ബാങ്കിൽ ചെന്നപ്പോൾ അവർ പറഞ്ഞു ഒരേ ഒരു കാർഡുണ്ട്, അത് നിനക്ക് തരാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എൻ്റെ എക്സാം ബുക്ക് ചെയ്തു. എനിക്ക് ഫെബ്രുവരി ആയിരുന്നു എഴുതേണ്ടിയിരുന്നത്, പക്ഷേ എനിക്ക് ഏപ്രിലാണ് മാതാവ് തന്നെ. അപ്പോൾ ഞാൻ വിഷമിച്ചു, മാതാവ് എന്താ എനിക്ക് ഏപ്രിൽ കൊണ്ട് തന്നെ, അപ്പോൾ എനിക്ക് ഗ്യാപ്പ് ആവത്തില്ലേന്ന്. പക്ഷേ മാതാവ് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഈ മാർച്ച് കഴിഞ്ഞിട്ട് ഈ എക്സാം എഴുതുന്നവർക്കെല്ലാം സാലറി കൂടുതലാണ് ഇപ്പോൾ പുതിയ ഗവൺമെൻറ് റൂൾ പ്രകാരം കിട്ടുന്നത്. അപ്പോൾ അങ്ങനെയും മാതാവ് എന്നെ അനുഗ്രഹിച്ചു. അതുപോലെ എനിക്ക് പേടിയായിരുന്നു, എങ്ങനെ ഞാനൊരു രാജ്യത്തേക്ക് ഒറ്റയ്ക്ക് പോകും, എനിക്ക് അറിയത്തില്ല. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ ഫ്രണ്ട് എനിക്ക് വേണ്ടിയുള്ള കാര്യങ്ങളെല്ലാം അവൾ ഓൾറെഡി ചെയ്ത് വെച്ചേക്കുന്നുണ്ടായിരുന്നു. പിന്നെ എൻ്റെ കസിൻ അവിടെ ഉണ്ട്. പിന്നെ എനിക്ക് എക്സാം എഴുതാൻ വേറൊരു സ്ഥലത്തേക്ക് പോകണമായിരുന്നു. അപ്പോൾ എനിക്ക് അവിടെയും പേടിയായിരുന്നു, ഞാൻ എങ്ങനെ ഒരു സ്ഥലത്ത് ഒറ്റയ്ക്കൊക്കെ പോകും. പിന്നെ അവിടുത്തെ ട്രാൻസ്പോർട്ടേഷനൊക്കെ പേടിയായിരുന്നു. അങ്ങനെ എൻ്റെ കൂടെ ജോലി ചെയ്തൊരു കൊച്ച് കറക്റ്റ് സമയത്ത് ആ സ്ഥലത്ത് തന്നെ അവൾക്ക് വർക്ക് ചെയ്യാൻ പറ്റി. അപ്പോൾ അവൾ പറഞ്ഞു നീ പേടിക്കേണ്ട, നീ ഇങ്ങോട്ട് പോരും, ഞാൻ നോക്കിക്കോളാമെന്ന്. അങ്ങനെ എനിക്ക് എവിടെ ചെന്നാലും മാതാവിൻ്റെ ഓരോ ആൾക്കാർ വഴി മാതാവ് എനിക്ക് സപ്പോർട്ട് ചെയ്യാനായിട്ട് തരുന്നുണ്ട് മാതാവ്. അതുപോലെ തന്നെ എൻ്റെ വിസ ATPL വിസ ആദ്യം ഞാൻ കൊടുത്തപ്പോൾ കൊയറിയായിരുന്നു, രണ്ടാമത് കൊടുത്തപ്പോഴും കൊയറി. അങ്ങനെ ഞാൻ മാതാവിനോട് പറഞ്ഞു ഇനി എനിക്ക് കിട്ടത്തില്ലേ, അവസാന നിമിഷം കിട്ടത്തില്ലേന്ന്. അങ്ങനെ 3ാമത്തെ തവണ ഞാൻ കൊടുക്കുന്നതിന് മുമ്പ് ഞാൻ മാതാവിൻ്റെ പള്ളിയിൽ പോയിരുന്നിട്ടാണ് ഞാൻ അത് അപ്ലൈ ചെയ്തത്. അപ്പോൾ അപ്ലൈ ചെയ്തിട്ട് ഞാൻ 4 ദിവസം കഴിഞ്ഞ് കിട്ടേണ്ട ഈ വിസ എനിക്ക് 2 ദിവസം കൊണ്ട് തന്നെ കിട്ടി. അത് കഴിഞ്ഞ് എനിക്ക് എൻട്രി വിസയ്ക്ക് ഉണ്ടായിരുന്നു. എൻട്രി വിസ ഞാൻ അപ്ലൈ ചെയ്തു. ഈ യുദ്ധം കാരണം അതും ഡിലേ ആവുമെന്ന് പറഞ്ഞു. പക്ഷേ 20 വർക്കിംഗ് ഡേയ്സാണ് മിനിമം വേണ്ടത്. പക്ഷേ എനിക്ക് വർക്കിംഗ് ഡേയ്സ് അല്ലാതെ മൊത്തത്തിൽ എനിക്ക് 20 ദിവസം കൊണ്ടാണ് മാതാവ് എനിക്കത് എൻട്രി വിസ തന്നു. ഈ 5-ാം തീയതി ഞാൻ അയർലൻഡിലോട്ട് പോവുകയാണ്.
എനിക്കറിയില്ല മാതാവ് എന്നെ എങ്ങനെയൊക്കെയാണ് അനുഗ്രഹിക്കുന്നതെന്ന്. ഞാൻ ഒട്ടും പ്രതീക്ഷിക്കാത്ത സമയങ്ങളിൽ പ്രതീക്ഷിക്കാത്ത ആളുകളിലൂടെയാണ് മാതാവ് എന്നെ സഹായിക്കുന്നത്. അപ്പോൾ ഇത്രയൊക്കെ അനുഗ്രഹങ്ങൾ തന്ന മാതാവിനും തിരുക്കുമാരനും ഒരുപാട് നന്ദി. പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഞാൻ 1 വർഷത്തോളം മെഡിക്കൽ കോളേജിൽ ഫ്രീ ആയിട്ട് ഞാൻ രോഗികളെ ശുശ്രൂഷിച്ചിട്ടുണ്ട്. അതുപോലെ എനിക്ക് പറ്റുന്നവർക്കെല്ലാം ഞാൻ സഹായം ചെയ്യുമായിരുന്നു. പിന്നെ പത്രങ്ങൾ കൊടുക്കുമായിരുന്നു. കൂടുതലും ഈ മാതാവിനെ അറിയാത്തവർക്കുമാണ് ഞാൻ മാതാവിനെ പറ്റി പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ കളിയാക്കുമായിരുന്നു, നീ മാതാവിൻ്റെ ആളാണ്. പക്ഷേ എനിക്കതിൽ ഒരു നാണക്കേടും ഇല്ല, ഞാൻ മാതാവിൻ്റെ ആളാണ്. അപ്പം അതുകൊണ്ട് മാതാവ് എന്നെ എങ്ങനെയാണ് അനുഗ്രഹിച്ചത് ഞാൻ നന്ദി പറയേണ്ടതെന്ന് എനിക്കറിയില്ല. നേർച്ച വസ്തുക്കൾ ഞാൻ ഉപയോഗിക്കുമായിരുന്നു. എൻ്റെ പാസ്പോർട്ട് ഞാൻ സബ്മിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഞാൻ കുരിശ് വരച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. ഉടമ്പടി തൈലം ഞാൻ പാസ്പോർട്ടിൽ കുരിശ് വരച്ചിട്ടാണ് ഞാൻ പാസ്പോർട്ട് സബ്മിറ്റ് ചെയ്തത്. അതുകൊണ്ട് എനിക്ക് വേഗം തന്നെ എൻ്റെ വിസ വന്നു. അങ്ങനെ മാതാവിന് ഒരുപാട് നന്ദി പറയുന്നു. എൻ്റെ സ്വഭാവത്തിൽ നന്ന മാറ്റം, ഞാൻ കുറച്ച് ദേഷ്യമൊക്കെ വരുമായിരുന്നു എനിക്ക് പെട്ടെന്ന്. പക്ഷെ അതൊക്കെ കുറേ മാറി. പിന്നെ ഞാനും എൻ്റെ ആധ്യാത്മിക കാര്യങ്ങൾ മാതാവിനോട് ചോദിക്കാൻ തുടങ്ങി. അതുവരെ ഞാൻ ജോലി അങ്ങനെയൊക്കെ ആയിരുന്നു ചോദിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ ചോദിച്ചിട്ടേ ഇല്ല, ഞാൻ മറന്നുപോയായിരുന്നു. പക്ഷെ മാതാവ് അത് ഓർത്തു. അങ്ങനെ മാതാവ് എനിക്ക് എല്ലാ കാര്യങ്ങളും കറക്റ്റായിട്ട് ചെയ്ത് തന്നു. ഞാൻ മറ്റുള്ളവർക്ക് വേണ്ടി എൻ്റെ അതേ അവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന ഒരുപാട് കുട്ടികളുണ്ട്. അപ്പോൾ ഞാൻ അവർക്ക് വേണ്ടിയായിരുന്നു കൂടുതലും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നത്. അങ്ങനെ എൻ്റെ ഫ്രണ്ട്സിനൊക്കെ ഇപ്പം ഓരോ അവസരങ്ങൾ കിട്ടുന്നുണ്ട്, അവരെല്ലാം പറയുന്നുണ്ട്. അപ്പം അതെല്ലാം ഈ കൃപാസന മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ അടയാളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് എൻ്റെ ആൻറ്റി പറഞ്ഞായിരുന്നു, നീ ഇനി വരുമ്പോൾ നീ NRIയുടെ ഉടമ്പടി ആയിരിക്കും എടുക്കുന്നതെന്ന്. അതുപോലെ തന്നെ മാതാവ് എന്നെ NRIയുടെ ഉടമ്പടി ഞാൻ എപ്പോൾ എടുത്തുകൊണ്ടാണ് ഞാൻ പോകുന്നത്. മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിന് സാക്ഷിയാക്കിയതിന് ഒരുപാട് നന്ദി പറയുന്നു. ദൈവനാമത്തിന് മഹത്വം. എൻ്റെ പേര് ഫിലോമിന. ഞാൻ സെൻറ്റ് ജോസഫ് ജ്ഞാനായ ചർച്ചിൽ നിന്ന് വരുന്നു. ഇതെൻ്റെ അനിയൻ്റെ മോളാണ്. എൻ്റെ മോള് കഴിഞ്ഞ മാസം ജൂണിൽ അവൾ പോയി. അപ്പം ആ അന്ന് തൊട്ട് ഇവൾക്ക് ഭയങ്കര വിഷമമായിരുന്നു. അപ്പം ഞാനിവിടെ വന്ന് ഇവളെയും കൂട്ടി വന്ന് പ്രാർത്ഥിച്ചു. ഞാൻ ഇവളോട് പറഞ്ഞു, മാതാവ് തരും, നമ്മൾക്ക് നീ സങ്കടപ്പെടേണ്ട. എല്ലാവരും അവരോട് കളിയാക്കും, എല്ലാവരും പോയി, നീ മാത്രം എന്നാ ഇങ്ങനെ നിൽക്കുന്നത്. അപ്പോൾ എനിക്കും വിഷമമായിരുന്നു. ഞങ്ങളിവിടെ വന്ന് പ്രാർത്ഥിച്ചു, മാതാവേ ഏതെങ്കിലും ഒരു രാജ്യത്ത് അവൾക്ക് കിട്ടണമെന്ന് പ്രാർത്ഥിച്ചു. മാതാവ് അവൾക്ക് നൽകി. ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരോടും പറയാനുള്ളത്, അല്പം താമസിച്ചാലും നമുക്ക് മാതാവ് തരും. ദൈവനാമത്തിന് മഹത്വം. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 49-ാം അധ്യായം 15-16 തിരുവചനങ്ങൾ. മുല കുടിക്കുന്ന കുഞ്ഞിനെ അമ്മയ്ക്ക് മറക്കാനാകുമോ? പുത്രനോട് പെറ്റമ്മ കരുണ കാണിക്കാതിരിക്കുമോ? അവൾ മറന്നാലും ഞാൻ നിന്നെ മറക്കുകയില്ല. ഇതാ നിന്നെ ഞാൻ എൻ്റെ ഉള്ളം കയ്യിൽ രേഖപ്പെടുത്തിയിരിക്കുന്നു. നിൻ്റെ മതിലുകൾ എപ്പോഴും എൻ്റെ മുൻപിലുണ്ട്. ക്രിസ്റ്റി തോമസ് എന്ന ഈ മകളുടെ വളരെ വിശുദ്ധിയും വിശ്വസ്തതയുമുള്ള ഉടമ്പടി സാക്ഷ്യമാണ് നാം കേട്ടത്. മകളുടെ സാക്ഷ്യത്തിൻ്റെ ആദ്യ അവസാനം ആ വാക്കുകളുടെ നിഷ്കളങ്കത നമ്മളെ വല്ലാതെ ആകർഷിക്കുന്നുണ്ട്. മകൾ ആ നഴ്സിംഗ് പഠനത്തിന് 2ാം വർഷം നേരിട്ട വലിയൊരു പ്രതിസന്ധിയിൽ, ഓരോ വിഷയവും ജയിക്കുമോ എന്ന പ്രതിസന്ധിയിലാണ് അമ്മയുടെ അരികിൽ ആദ്യമായി ഉടമ്പടി എടുക്കുവാനായിട്ട് എത്തുന്നത്. നമ്മൾ ഒരാൾ ഉടമ്പടി എടുക്കുവാൻ അമ്മയുടെ അരികിൽ വരുന്നു എന്നതിൻ്റെ അർത്ഥം അമ്മയുടെ കൺവെട്ടത്തേക്ക് നമ്മുടെ ജീവിതത്തെ നീക്കിവെക്കുന്നു എന്ന് തന്നെയാണ്. നമ്മളിവിടെ എത്തുന്നത് കൊണ്ട് അമ്മയെ കാണുന്നവരല്ല, അമ്മ കണ്ടതുകൊണ്ട് നമ്മൾ ഓരോരുത്തരും ഈ ആലയത്തിലേക്ക് വന്ന് ഉടമ്പടി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നവരാണ്. അതിൻ്റെ അർത്ഥം നമ്മൾ ഈ ആലയത്തിൽ വരുന്നതിന് മുമ്പ് തന്നെ എന്തുകൊണ്ട് നാം ഇവിടെ വരുന്നുവെന്ന് അമ്മയ്ക്ക് തിട്ടത്തിലറിയാം, നന്നായിട്ടറിയാം. അതുകൊണ്ട് നാം അമ്മയുടെ അരികിലേക്ക് ആഗ്രഹത്തോടെ, ശരണത്തോടെ, ഒരിറ്റി കണ്ണീരോടെ ജീവിതത്തിൻ്റെ ഒരു പ്രതിസന്ധിയെ സമർപ്പിക്കുമ്പോൾ അമ്മ നമ്മളോട് ആ മേഖലയിൽ കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുവാൻ ആഗ്രഹിക്കും. നമ്മൾ ഉടമ്പടി വൃത്തിയിലും വിശ്വസ്തതയിലും ഇങ്ങനെ ജീവിച്ചു തുടങ്ങുമ്പോൾ നാം പോലും പ്രതീക്ഷിക്കാത്ത അനുഗ്രഹങ്ങൾ കൈമാറിക്കൊണ്ട് ആദ്യത്തെ അടയാളങ്ങൾ അമ്മ നമുക്ക് നൽകിക്കൊണ്ടിരിക്കും. അതാണ് മകൾ പറയുന്നത്. എഴുതിയ സമയത്ത് ഏറ്റവും പ്രയാസമുള്ള പരീക്ഷ റിസൾട്ട് വന്നപ്പോൾ അവരുടെ കൂട്ടത്തിൽ ഏറ്റവും മികച്ച മാർക്ക് അവൾക്ക് ലഭിച്ചുവെന്ന്. അത് എൻ്റെ കഴിവിനാലല്ല, ദൈവകൃപയാൽ അമ്മ എന്നെ സഹായിച്ചുവെന്ന് മകളെ തന്നെ ബോധ്യപ്പെടുത്തുവാൻ അമ്മ ഇടപെട്ട ആദ്യത്തെ അവസരമാണ്.
പിന്നീട് മകൾ പറയുന്നുണ്ട്, വിദേശ രാജ്യത്തേക്ക് പോകുവാൻ വേണ്ടിയുള്ള ആഗ്രഹങ്ങൾ, ആ നഴ്സിംഗ് പഠനം മുഴുവനും അത് നല്ല രീതിയിൽ പൂർത്തീകരിച്ചുകൊണ്ട് OET പരീക്ഷകൾ എഴുതുമ്പോൾ ആ നാളുകളിൽ ലഭിച്ചുകൊണ്ടിരുന്ന സംരക്ഷണത്തെക്കുറിച്ച്, ഓരോ അവസരത്തിലും ഒരു മകളെപ്പോലെ അമ്മയുടെ കരങ്ങളിൽ ഏൽപ്പിച്ചു കൊടുക്കുന്നു. അമ്മ തൻ്റെ ഉള്ളം കൈയിൽ മകളെ ചേർത്ത് പിടിച്ചുകൊണ്ട് ഓരോ പരീക്ഷകളും വിജയിക്കുവാനുള്ള അവസരങ്ങൾ ഒരുക്കി കൊടുക്കുന്നു. മകൾ പറഞ്ഞു, എനിക്ക് വേണ്ടി ദൂതരെ അമ്മ എപ്പോഴും അയച്ചിരുന്നു. എനിക്ക് അറിയാത്തിടങ്ങളിൽ എത്തിച്ചേരുവാൻ വേണ്ടി ദൂതരിലൂടെ എന്നോട് സംസാരിച്ചിരുന്നു. അത് മുൻപേ പഠിച്ചു പോയവരാവാം, കൂടെ പഠിച്ചവരാകാം, ഒരുപക്ഷെ എൻ്റെ വിശ്വാസത്തിൽ പോലും ഇല്ലാത്തവരാകാം. നമുക്ക് ഉടമ്പടിയിലുള്ള ഒരു ബലം അതാണ്. നാം അമ്മയുടെ കരങ്ങളിലൊക്കെ കാര്യം ഏൽപ്പിക്കുമ്പോൾ അമ്മ അത് സുരക്ഷിതമായ വ്യക്തികളിലൂടെ നമുക്ക് അനുഗ്രഹമാകും വിധം കാര്യങ്ങൾ കൃത്യമായി ക്രമീകരിച്ചു കൊണ്ടിരിക്കും. മകൾ പറഞ്ഞു, അമ്മയോടുള്ള ഭക്തിയിൽ ഞാനിങ്ങനെ യൂട്യൂബിൽ അമ്മയെക്കുറിച്ച് പരതുകയും കേൾക്കുകയും ചെയ്യുമ്പോൾ എന്നെ ആകർഷിച്ച ഒരിടമാണ് അയർലൻഡിലുള്ള മാതാവ് പ്രത്യക്ഷപ്പെട്ട സ്ഥലം നോക്കിൽ. അപ്പോൾ അത് അവിടെ എപ്പോഴെങ്കിലും ഒന്ന് എത്തിച്ചേരാൻ പറ്റുമോ? ആ രാജ്യത്ത് അമ്മയുടെ ആ ദേവാലയത്തിനരികിൽ ഒന്ന് എത്താൻ എനിക്ക് എന്തെങ്കിലും ഒരു വഴി കാണുമോ എന്ന് വെറുതെ പ്രാർത്ഥിച്ചു കൊണ്ട് പോകുമ്പോൾ ഞാൻ ചോദിക്കുമായിരുന്നു. പക്ഷേ എൻ്റെ വിസയിൽ ഇന്ന് അടിച്ചു കിട്ടിയിരിക്കുന്ന സ്ഥലം നോക്കാണ്. അമ്മ മാതാവ് വർഷങ്ങൾക്കിപ്പുറം 2024 ഞാൻ ഇങ്ങനെ പ്രാർത്ഥിച്ചിരുന്നൊരു വിഷയത്തെ അമ്മ ഏറ്റെടുത്തുകൊണ്ട് എൻ്റെ ജീവിതത്തെ വഴി നടത്തി ആ ഇടത്തേക്ക് തന്നെ കൊണ്ടുചെന്ന് ഞാൻ പ്രാർത്ഥനയായി കൊടുത്തത് അമ്മ എനിക്ക് അനുഗ്രഹമായി തിരികെ നൽകിയെന്ന. പ്രിയമുള്ളവരെ, ഉടമ്പടി എപ്പോഴും അങ്ങനെയാണ്. നാം കാണുന്നതിനപ്പുറം നമ്മളെ കാണുകയും നാം മറ്റുള്ളവരെ കരുതുന്നതിനപ്പുറം ദൈവം നമ്മളെ കരുതുകയും നമുക്ക് കണ്ണുകളിൽ തടസ്സവും പ്രതിസന്ധിയുമായി നിൽക്കുന്നതിന്മേൽ ദൈവം നിരന്തരം കൃപ ചൊരിഞ്ഞുകൊണ്ട് സമയത്തിൻ്റെ പൂർണ്ണതയിൽ കൂടുതൽ അനുഗ്രഹം പ്രാപിക്കും വിധം ആ ജീവിത വിഷയത്തെ ശുഭപര്യവസാനമാക്കും വിധം നമ്മളെ സഹായിക്കും. മകൾ അതാ പറഞ്ഞത്, ആഗ്രഹിച്ചത് മുഴുവനും ഈ മാർച്ചിന് മുമ്പ് എങ്ങനെയെങ്കിലും എത്തിച്ചേരാനാണ്. അമ്മ അനുവദിച്ചു കൊടുത്തത് ഏപ്രിലിലേക്കാണ്. പക്ഷേ ഇപ്പോൾ മകൾക്കറിയാം ഏപ്രിലിൽ ഒരു അനുഗ്രഹമുണ്ട്. സാലറി പാറ്റേൺ മാറും. മെച്ചപ്പെട്ട ഒരു സാഹചര്യത്തിലേക്ക് എൻ്റെ ജീവിതത്തെ അവിടെ ഉയർത്തുവാനായി അമ്മ 1 മാസം 1.5 മാസം വൈകിച്ചെങ്കിൽ എന്താ, എന്നെ കൂടുതൽ സുരക്ഷിതമാക്കുകയാണെന്ന്. അതുകൊണ്ട് ഉടമ്പടിയുടെ അനുഗ്രഹങ്ങൾ അതുറപ്പാണ്. എന്തെങ്കിലും കാര്യത്തിൽ വൈകലുണ്ടെങ്കിൽ അതിൻ്റെതായ നന്മയുടെ കാരണമുണ്ടാവും. നമ്മൾ ഉടമ്പടി എങ്ങനെ അമ്മ മാതാവിനോട് കൂടുതൽ സ്നേഹത്തിലും കൂടുതൽ വിശ്വാസത്തിലും കൂടുതൽ നന്മ പ്രവൃത്തികളിലും ബലം പിടിപ്പിക്കുന്നുവോ അതിനും എത്രയോ മടങ്ങ് ദൈവം നമ്മുടെ ജീവിതത്തെ അനുഗ്രഹിക്കുവാൻ വേണ്ടി ജീവിത പരിസരങ്ങളിലേക്ക് ഇറങ്ങി വരും. അതിൻ്റെ സാക്ഷ്യമാണ് മകൾ ഈ അൾത്താരയിൽ പങ്കുവെച്ചത്. എൻ്റെ പരീക്ഷണങ്ങൾ, എൻ്റെ പരീക്ഷകൾ, എൻ്റെ പരീക്ഷണങ്ങൾ, എൻ്റെ പരാജയങ്ങൾ, എൻ്റെ കാത്തിരിപ്പ് എല്ലാത്തിനും അമ്മയ്ക്കൊരു പദ്ധതിയുണ്ടായിരുന്നു. അതെൻ്റെ ജീവിതത്തെ സുരക്ഷിതമാക്കുവാനും സമൃദ്ധമായി അനുഗ്രഹിക്കുവാനുമുള്ള പദ്ധതിയായിരുന്നു. ആ പദ്ധതി ഞാനിന്ന് തിരിച്ചറിയുന്നു. അതിന് ഞാൻ എന്നെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയെന്ന് ലോകത്തോട് ഏറ്റുപറയുന്നുവെന്ന്. ഈ മകൾക്ക് ലഭിച്ച ആത്മീയ ബോധ്യങ്ങൾക്ക്, ജീവിത മാറ്റങ്ങൾക്ക്, ഇപ്പോൾ ലഭിച്ച അനുഗ്രഹത്തിന് എല്ലാം അമ്മ മാതാവിനും തിരുക്കുമാരനും നന്ദി പറഞ്ഞുകൊണ്ട് കരങ്ങളടിച്ച് ഈ സാക്ഷ്യം നമുക്ക് പങ്കുവെക്കാം. എൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി എന്നെ ഉയർത്തിയതിന് ഈശോയ്ക്കും അമ്മയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. എൻ്റെ പേര് പ്രജാത. ഞാൻ ഹരിപ്പാട് നിന്ന് വരുന്നു. ഇത് എൻ്റെ മക്കൾ അശ്വതി, അമൃത. ഞാൻ 2017 എനിക്ക് ഒരു പത്രം കിട്ടുന്നത് ഇവിടുത്തെ. എനിക്കറിയത്തില്ലായിരുന്നു. അത് ഞാൻ വായിച്ചു. അതിനുശേഷം എൻ്റെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. അങ്ങനെ എൻ്റെ കഷ്ടതകളും വിഷമങ്ങളും വരുമ്പോൾ ഞാൻ ആ പത്രത്തെ ഓർത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ 2023 ആണ് എൻ്റെ നാത്തൂൻ എന്നോട് ഇങ്ങനെ കൃപാസനം പള്ളിയെപ്പറ്റി പറയുന്നത്. അങ്ങനെ ഞാനിവിടെ വന്നു. ഒക്ടോബർ 23 വന്ന് ഉടമ്പടി എടുത്തു. ഞങ്ങളുടെ ഹിന്ദു ആചാരപ്രകാരം എൻ്റെ മോളുടെ കല്യാണം ഞങ്ങൾ നോക്കിയിട്ട് ഒന്നും ശരിയാകുന്നില്ലായിരുന്നു. അങ്ങനെ ഞാനിവിടെ വന്ന് ഉടമ്പടി എടുത്ത് ജനുവരി 9 ഞാൻ അമ്മയോട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു. ജനുവരി 15 എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചു തരണമെന്ന്. എന്നിട്ട് ഞാൻ നിയോഗത്തിൽ വെച്ചായിരുന്നു, കാനായിലെ കല്യാണം പോലെ നടത്തി തരണം, സാമ്പത്തികമായിട്ട് എനിക്ക് ബുദ്ധിമുട്ടാണെന്നും. അങ്ങനെ അമ്മ ജനുവരി 14
എൻ്റെ മോളുടെ കല്യാണം ഉറപ്പിച്ചു. അതും ഒരു വർഷം മുമ്പ് വന്ന ഒരു ആലോചനയായിരുന്നു. അത് ഞാൻ വേണ്ടാന്ന് പറഞ്ഞ് വിട്ടതായിരുന്നു. അങ്ങനെ വീണ്ടും ആ ബന്ധം തന്നെ അമ്മ അത് കൊണ്ടുവന്നു. അടുത്തുനിന്നാണ് ഞാൻ ആഗ്രഹിച്ചതുപോലെ തന്നെ നല്ലൊരു മോനെ തന്ന് അനുഗ്രഹിച്ചു. ആ മോൻ ഇപ്പോൾ ദുബായിലാണ്, വരാൻ പറ്റാത്തതുകൊണ്ട് മോളെയും കൂട്ടിയാണ് ഞാൻ വന്ന് സാക്ഷ്യം പറയുന്നത്. എനിക്ക് സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടുള്ളത് കൊണ്ട് അമ്മ കുവൈറ്റിൽ നിന്ന് ചേട്ടൻ്റെ കൂട്ടുകാരിൽ നിന്ന് 9 ലക്ഷം രൂപ കടവായിട്ട് തന്ന് ഞങ്ങൾക്ക് നല്ല രീതിയിൽ കാനായിലെ കല്യാണം പോലെ അമ്മ അത് നടത്തി തന്നു. പിന്നെ എൻ്റെ മോക്ക് കല്യാണത്തിന് ഒരു സാരി എവിടെ നിന്നാണെന്ന് അറിയത്തില്ല, ഒരു ഗ്രേ കളർ സാരി കിട്ടി. പക്ഷേ ഞങ്ങൾ ഇവിടുന്ന് കൊടുത്തുവിട്ട സാധനത്തിനകത്തൊന്നും ആ സാരി ഇല്ലായിരുന്നു. അങ്ങനെ ഒരു ദിവസം മോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, അമ്മേ നിങ്ങൾ കൊണ്ടുവന്ന സാധനത്തിനകത്ത് എനിക്കൊരു സാരി ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു ഇല്ല, ഞങ്ങളെല്ലാ കവറും പൊട്ടിച്ചാണ് തന്നത്, ഒന്നിനകത്തും സാരിയില്ല, അത് പൊട്ടിച്ച കവറാണെന്ന് പറഞ്ഞു. അങ്ങനെ അതും ഗ്രേ കളർ സാരിയാണ് അമ്മേ, അത് അമ്മയുടെ സാരി, മാതാവിൻ്റെ സാരി തന്നെ അമ്മ, എനിക്ക് മാതാവ് തന്നതാണെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ ആ ബുക്ക് എടുത്ത് നോക്കി, പ്രസൻറ്റേഷൻ തന്നെ ആരും അങ്ങനെ ഒരു സാരി ഇത് എഴുതിയിട്ടില്ല തന്നതായിട്ട്. അങ്ങനെ ഞാൻ ഒരു ദിവസം ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്ന് എൻ്റെ വിഷമങ്ങളും ഒക്കെ ഞാൻ അമ്മയോട് സാക്ഷ്യം പറയുന്ന പോലെ ഫോട്ടോയുടെ മുമ്പിൽ നിന്ന് പറയും. രാവിലെയും വൈകിട്ടും പ്രാർത്ഥിക്കുമ്പം, അമ്മേ നീ തന്ന അനുഗ്രഹത്തിന് കോടാനുകോടി നന്ദി, നീ ഈ കല്യാണം നടത്തി തന്ന്. അപ്പം എന്നോട് വിളിച്ചു പറയുന്ന പോലെ, നിൻ്റെ മോളുടെ കല്യാണത്തിന് ഞാൻ വന്നില്ലയോ, ഞാനല്ലയോ ആ സാരി തന്നതെന്ന്. അങ്ങനെ എൻ്റെ അമ്മ മാതാവ് അങ്ങനെ ഞങ്ങളെ അനുഗ്രഹിച്ചു. അത് കഴിഞ്ഞ് ഞാനും എൻ്റെ മകളും കൂടി ഫെബ്രുവരി 8-ാം തീയതി ഒരു കരുനാഗപ്പള്ളിയിൽ ഒരു കല്യാണം ഉണ്ടായിരുന്നു, അതിന് പോകുമായിരുന്നു. അങ്ങനെ 2 വീലറിലാണ് പോയത്. അപ്പം വണ്ടി ഒരു ശകലം സ്പീഡായിരുന്നു. അപ്പം ഞാൻ മോളോട് പറഞ്ഞിട്ട്, മോൾ എന്ന് സ്പീഡ് കുറയ്ക്കുന്നതാണ്, പക്ഷെ അവൾ കുറയ്ക്കുന്നില്ല. അപ്പം ഞാനാണ് രാവിലെ ഞങ്ങൾ പോകുന്നതിന് 6 മണിക്കാണ് പോയത്. 5:30 അച്ഛൻ്റെ പ്രാർത്ഥന എല്ലാം കേട്ട് കഴിഞ്ഞതിന് ശേഷം തൈലം തൊട്ട് കുരിശ് വരച്ച് ഉപ്പും തേനും കഴിച്ചിട്ടാണ് ഞങ്ങൾ പോയത്. അപ്പം ഞാൻ പ്രാർത്ഥിക്കുമ്പോഴൊക്കെ എന്നോട് ആരോ പറയുന്നുണ്ട്, എടീ നിനക്കൊരു ആക്സിഡൻറ്റ് പറ്റിയാലും അവരുടെ കല്യാണം നടക്കും എന്ന് എന്നോട് ആരോ പറയുന്നതായിട്ട് എനിക്കറിയാം. അപ്പോൾ എനിക്കറിയാം എന്തോ സംഭവിക്കാൻ പോകുന്നെന്ന്. അങ്ങനെ ഞങ്ങൾ പോകുന്ന വഴിക്കെല്ലാം ഞാൻ മോളോട് പറയും, മോനെ സ്പീഡ് കുറയ്ക്കുമെന്ന്. അവൾ എന്നിട്ട് അങ്ങനെ അവൾ സ്പീഡിൽ ഓടിക്കുന്നതല്ല, അങ്ങനെ സ്പീഡിൽ ഓടിച്ചു. അങ്ങനെ കായംകുളം കഴിഞ്ഞ് മുക്കട എത്തിയപ്പോൾ ഒരു വലിയൊരു ഹമ്പുണ്ടായിരുന്നു, കുഞ്ഞിച്ചിട്ട് സ്പീഡിലായിരുന്നു. ആ വണ്ടി ഹമ്പേ കയറി കുതിച്ച് പൊങ്ങി. അത് ഞാൻ പുറകെ എനിക്ക് നല്ലതുപോലെ അറിയാം, പക്ഷെ എന്നിട്ട് എനിക്ക് ഭയമൊന്നും വന്നില്ല. മേളിലോട്ട് പോയി തിരിച്ച് താഴെ ആരോ പിടിച്ച് നിർത്തിയേക്കുന്ന പോലെ നേരെ നിന്നിട്ട് ആ വണ്ടി ഞങ്ങളൊരു സൈഡിലോട്ട് ഇങ്ങനെ ചരിഞ്ഞ് വീണ് എൻ്റെ കൈയുടെ മുട്ടിച്ചിരി ഉരഞ്ഞ് മോക്കും നോക്കിയപ്പം കാലേ വണ്ടി വീണ് ആ ചിരട്ട ഭാഗം നല്ല നീരായി. അപ്പം ഞാൻ അവിടെ നിന്നോട്ട് വെച്ച്, അമ്മേ നീ പറഞ്ഞ് എന്നെ ഓർമ്മിപ്പിച്ച ഇതായിരുന്നോ, മോടെ കാലിന് പൊട്ടലുണ്ടല്ലോ, അതല്ലേ ഈ നീര് വന്നത്, ഞാൻ എന്ത് ചെയ്യും, ഇങ്ങനെ പ്ലാസ്റ്റർ ഇടണമല്ലോ എന്ന് പറഞ്ഞ്. അങ്ങനെ ഞങ്ങൾ ഹരിപ്പാട്ടൊരു എയർക്രാഫ്റ്റിൽ കൊണ്ടുവന്ന് അവിടെ രാവിലെ ഇവിടെ അന്നേരം തന്നെ കൊണ്ടുവന്ന് അപ്പോൾ അവർ പ്ലാസ്റ്റർ ഇട്ട്. അവർ നോക്കിയിട്ട് എന്നോട് പറഞ്ഞു, പൊട്ടലൊന്നുമില്ല, ലിഗമെൻറ്റിന് പ്രശ്നം കാണും, ഞങ്ങൾ പ്ലാസ്റ്റർ ഇടുവാന്ന് പറഞ്ഞ് പ്ലാസ്റ്റർ ഇട്ട്. അപ്പം ഞങ്ങൾ രാവിലെയും വൈകിട്ട് ഞാൻ പ്രാർത്ഥനയും മോളെ ഞാളിവിടെ കരഞ്ഞ് പ്രാർത്ഥിച്ച് ഉപ്പും തേനും കൊടുക്കുകയും തൈലം തൊട്ട് കുരിശ് വരച്ച്. അപ്പോൾ കുഞ്ഞിന് രാത്രി അതിവേദന, കാല് തൊടാൻ വയ്യ. അപ്പോൾ എന്നോട് പറഞ്ഞു, അമ്മ ഈ പ്ലാസ്റ്റർ കണ്ടിച്ചോളാം, മാതാവ് എന്നോട് പറഞ്ഞ് നിനക്ക് ആവശ്യമില്ലാതെ ഇട്ടേക്കോ, നീ ഇത് കണ്ടിക്ക്. രാത്രി 1:30 ആയപ്പോൾ ഞാൻ ആ പ്ലാസ്റ്റർ കളഞ്ഞിട്ട് ഹരിപ്പാട് ഗവൺമെൻറ് ആശുപത്രി കൊണ്ടുവന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു, പ്ലാസ്റ്റർ കണ്ട ഒരു കാര്യവും ഇല്ല, നിങ്ങൾ ബാൻഡേജ് ചുറ്റിയാൽ മതി, ഒരു കുഴപ്പവും ഇല്ലെന്ന്. അങ്ങനെ അമ്മ ഏറ്റവും വലിയ ഒരു അനുഗ്രഹം ഞങ്ങൾക്ക് തന്നു. അത് കഴിഞ്ഞ് എൻ്റെ അനിയൻ്റെ ഭാര്യയ്ക്ക് ചിക്കൻ പോക്സ് ആയിരുന്നു. അപ്പോൾ ഇളയ കുഞ്ഞിന് 10 മാസം പ്രായമുണ്ട്. അപ്പോൾ അതിനെ നോക്കാൻ ആരും ഇല്ലാത്തൊരു സാഹചര്യമായിരുന്നു അന്നേരം. അപ്പം എന്നെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, അതിനെന്താ, ഞാൻ വന്ന് നോക്കാം. അങ്ങനെ ഞാനാണ് എന്നും രാവിലെ പോകും, രാത്രിയിലാണ് തിരിച്ചു വരുന്നത്. ഞാൻ ചെന്നാണ് ഇളയ കുഞ്ഞിനെ അവിടെ അടുത്തുനിന്ന് മാറ്റി കുളിപ്പിക്കുന്നതും എല്ലാം. ഏറ്റവും കൂടുതൽ ഇടപഴകിയത് ഞാനായിരുന്നു അവരുമായിട്ട്. അപ്പോൾ ആ വീട്ടിലൊരു അമ്മയും അവർക്ക് വേറെ ഒരു കുഞ്ഞും കൂടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞാൻ 9 ദിവസം നിന്നിട്ട് പോയത്. അപ്പോഴെല്ലാം ഞാൻ രാവിലെ പോകുമ്പോൾ ഉപ്പും തേനും കഴിച്ച് തൈലം തൊട്ട് കുരിശ് വരച്ചിട്ട് പറയും, അമ്മേ ഞാൻ ഒറ്റയ്ക്കാണ് വീട്ടിൽ, അതുകൊണ്ട് എനിക്ക് ഈ അസുഖം തരരുത്, നീയാണ് എന്നോട് പറഞ്ഞു വിട്ടത്, എന്നെ ആരോ പറയുന്ന പോലെ എനിക്ക് തോന്നി, നീ പോയി നോക്കെന്ന്, അതുകൊണ്ട് എനിക്ക് ഈ രോഗം തരരുതെന്ന്. അതുപോലെ അവൾക്ക് ആ കുഞ്ഞുങ്ങൾക്ക് 2-നും അമ്മയ്ക്കും ചിക്കൻ പോക്സ് വന്നു. മരുന്ന് കൊടുത്ത് ഒരു നേരമേ ആ ഡോക്ടറെ ചെന്ന് കണ്ടുള്ളൂ. ആ ഡോക്ടർക്ക് പോലും ചിക്കൻ പോക്സ് വന്നു. അമ്മ എന്നെ അതിൽ നിന്നും അനുഗ്രഹിച്ചു. ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന അമ്മയ്ക്ക് ഈശോയ്ക്കും കോടാനുകോടി നന്ദി. ഇനി എൻ്റെ മകൾക്ക് കൊടുക്കുക, അവൾക്ക് കിട്ടിയ അനുഗ്രഹം അവൾ പറയും. എൻ്റെ പേര് അമൃത. ഇത് ഞങ്ങൾ പറയുന്ന 2ാമത്തെ സാക്ഷിയാണ്. എനിക്കാണെങ്കിൽ ഏനൽ റീജിയനിലാണെങ്കിൽ ചെറുതായിട്ട് ബബിൾസ് പോലെ വരുന്നുണ്ടായിരുന്നു.
അത് ഞാനാണെങ്കിൽ ഹോസ്പിറ്റലിൽ കൊണ്ട് കാണിച്ചപ്പം നോർമൽ ഫിസിഷ്യൻ പറഞ്ഞ് ഇത് സർജനെ കാണിക്കണം. അങ്ങനെ ഞാൻ സർജനെ കൊണ്ടുപോയി കാണിച്ചപ്പം പറഞ്ഞു ഇത് ഏനൽ ഫിസ്റ്റുലയാ. ഇപ്പം ഞാൻ തൽക്കാലം ഒരാഴ്ചത്തേക്ക് മരുന്ന് തരാം, പിന്നെ ഈ മരുന്നിൻ്റെ റെസിപ്റ്റ് കൈ വെച്ചോ, എപ്പോൾ വന്നാലും ഈ മരുന്ന് മേടിച്ച് കഴിക്കണം, കറക്റ്റായിട്ട് കഴിച്ചിട്ട് അത് മാറും. പിന്നെ നമുക്ക് അടുത്ത ലീവിന് ലോങ് ലീവ് എടുത്ത് വരുമ്പോൾ സർജറി ചെയ്യാം, സർജറി ചെയ്യാതെ ഇത് പൂർണ്ണമായിട്ട് സൗഖ്യപ്പെടത്തില്ലെന്ന് പറഞ്ഞു. എനിക്ക് സർജറിയൊക്കെ പേടിയുള്ളതായതുകൊണ്ട് ഞാനാണെങ്കിൽ അമ്മയോട് എന്നും കരച്ചില്ല. പക്ഷെ ഞാനായിട്ട് മാതാവിനോട് ചോദിക്കത്തില്ല മാതാവിനെ ഇത് മാറ്റിത്താ. എനിക്കെന്തോ മാതാവിനെ ഇതിനു മുമ്പേ എനിക്ക് ഒത്തിരി സൗഖ്യങ്ങൾ തന്നിട്ടുള്ളതുകൊണ്ട് എനിക്ക് മാതാവിനെ അറിയാം. ഞാനായിട്ട് അങ്ങോട്ട് പറഞ്ഞ് ബുദ്ധിമുട്ടിക്കേണ്ട ആവശ്യമില്ല, മാതാവ് സമയത്ത് മാറ്റിത്തരും. പിന്നെ ഇതൊന്നും ഒരു സഹനമല്ല, എത്രയോ പേർക്ക് ഇതിലും വലിയ അസുഖങ്ങളുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. അപ്പം ഞാൻ അമ്മയുടെ വിഷമം കണ്ടിട്ട് അമ്മ എന്നും പ്രാർത്ഥിക്കും. അത് കഴിഞ്ഞ് ഒക്ടോബർ 25 ഇവിടുത്തെ റാലി സമയത്ത് ഞാൻ പറഞ്ഞു എനിക്ക് തീരെ വയ്യ. അപ്പം ഞാൻ പറഞ്ഞു മാതാവേ, ഇനി എനിക്ക് കുറേ പ്രാവശ്യം വന്നു, 3-4 പ്രാവശ്യം അതിൻ്റെ ഇടയ്ക്ക് വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു മാതാവേ, ഇനി എനിക്ക് വയ്യ, ഇനി എനിക്ക് താങ്ങാനുള്ള ശേഷിയില്ല, ഈ ഫിസ്റ്റുല ഇപ്പം തന്നെ ഈ റാലിയോട് എനിക്ക് മാറ്റി തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ ആ റാലി സമയത്തുള്ള ഫിസ്റ്റുല പിന്നെ അത് തന്നെ വന്നത് തന്നെ മാറാതെ നിൽക്കുക. റാലി കഴിഞ്ഞു മാറാതെ അവിടെ തന്നെ നിൽക്കുക അത്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു മാതാവേ, എൻ്റെ പീരീഡ്സിൻ്റെ ഡേറ്റ് ആവാറായി, പീരീഡ്സിന് മുമ്പേ മാറ്റി തരണം, എനിക്ക് വയ്യ, പീരീഡ്സും ഫിസ്റ്റുലയുടെ എനിക്ക് താങ്ങാനുള്ള ശേഷിയില്ല, തലകറക്കമൊക്കെ വരും വേദന കാരണം, എനിക്ക് ഒട്ടും പറ്റത്തില്ല മാതാവേ എന്ന് പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഞാൻ മാതാവിനോട് പറഞ്ഞു മാതാവേ, യേശുവപ്പയുടെ ആണിപ്പഴുതാർന്ന കരങ്ങളാൽ ഈ അബ്നോർമൽ കണക്ഷനാണ് ഫിസ്റ്റുല എന്ന് പറയുന്നത്, ഈ അബ്നോർമൽ കണക്ഷൻ മാതാവ് അങ്ങ് മാറ്റിയേക്കണേന്നും പറഞ്ഞ് ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായിട്ട് മാതാവ് മാറ്റി. ഇപ്പം 4 മാസമായിട്ട് എനിക്ക് ഫിസ്റ്റുല വന്നിട്ടില്ല. ഞാൻ പൂർണ്ണമായിട്ട് മാറ്റിയെന്ന് ഉറച്ച് വിശ്വസിക്കും. അതുകൊണ്ട് ഞാൻ ഇന്നിവിടെ സാക്ഷ്യം പറയാൻ വന്നത്. ഞാൻ തൈലവും ഉപ്പും എന്നും തേച്ച് പ്രാർത്ഥിക്കുമായിരുന്നു. കോട്ടൻ്റെ അകത്ത് അമ്മ എനിക്ക് കോട്ടൺ മേടിച്ച് തന്നു വിട്ട് അതിൻ്റെ അകത്ത് ഞാൻ എന്നും ഉപ്പ് ഇട്ടിട്ട് വെള്ളവും ചാലിച്ച് എന്നും രാത്രിയിൽ അത് വെച്ചേ കിടക്കത്തുള്ളൂ. എനിക്ക് ഇരിക്കാൻ പറ്റത്തില്ല, നടക്കാൻ പറ്റത്തില്ല. ഞാൻ അനുഭവിച്ച വേദന, എനിക്ക് കൂടെയുള്ള പിള്ളേരെല്ലാം സന്തോഷമായിട്ട് നടക്കുമ്പോൾ ഞാൻ മാത്രം എനിക്ക് എന്നും വിഷമമായിട്ട് പക്ഷേ എല്ലാവരും ആലോചിക്കും ഞാൻ മാതാവിനെ വിളിക്കുന്നല്ലോ, അപ്പം കാണുന്നവർ വിചാരിക്കും മാതാവിനെ വിളിച്ചിട്ട് അവൾക്ക് ദുഃഖമാണെന്ന് വിചാരിക്കും. പക്ഷേ എനിക്ക് അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. എൻ്റെ അമ്മ മാതാവ് സഹനം തരുന്ന എന്നെ കൂടുതൽ അടുപ്പിക്കാൻ വേണ്ടിയാണെന്ന് എനിക്കറിയാം. എൻ്റെ കൂടെ മാതാവ് ഉണ്ടല്ലോ, പിന്നെ ഞാൻ എന്തിനാണ് വിഷമിക്കുന്നതെന്നുള്ളത്. അമ്മ സർജറി ചെയ്യാം, അത് കരിച്ച് കളയാം എന്നൊക്കെ പറഞ്ഞ് എന്നെ വിളിച്ചു. പക്ഷേ ഇതിനൊന്നും ഞാൻ പോയില്ല. ഞാൻ ഉറച്ചു നിന്നും. എനിക്ക് മരുന്നമ്മ കൊറിയർ അയച്ചു തന്നു, അത് ഞാൻ തുറന്നിട്ട് പോലെയില്ല കവർ. ഞാൻ അല്ലാതെ തന്നെ അത് മാറ്റി തന്നു. ഞാൻ വിശ്വസിച്ചാണ് മാതാവ് 1 വർഷം സമയം എടുത്തു, പക്ഷേ 1 വർഷം ഞാൻ സഹിച്ചു, ഞാൻ പരാതി പറഞ്ഞില്ല. ആ അത്രയും ജപമാല റാലി കഴിഞ്ഞപ്പോഴാണ് ഞാൻ മാതാവിനോട് ആവശ്യപ്പെട്ടത്. അപ്പം തന്നെ മാതാവ് എനിക്ക് മാറ്റി തന്നു. പിന്നെ ഞാൻ ആദ്യത്തെ സാക്ഷ്യത്തിൽ പറഞ്ഞു, ഞാൻ മാതാവിൻ്റെ ഇതോടുകൂടി തന്നെ ഞാൻ തുടർ പഠനത്തിന് BSc നഴ്സിംഗ് എടുത്ത് പോയത്. ഇപ്പം ഞാൻ ആലോചിക്കുന്ന മാതാവായിട്ട് തിരഞ്ഞെടുന്ന കോഴ്സ് തന്നെ എനിക്കത്. കാരണം BSc നഴ്സിംഗ് എന്ന് പറയുമ്പോൾ അറിയാലോ, ഒത്തിരി രോഗികളെ എനിക്ക് ശുശ്രൂഷിക്കാൻ പറ്റും. എനിക്ക് അതിനുള്ള അവസരം മാതാവായിട്ട് ഒരുക്കി തന്നെയാണ് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു. ഫസ്റ്റ് സെമസ്റ്റർ എന്നെ നല്ല മാർക്കോട് ഫസ്റ്റ് ക്ലാസ്സോടുകൂടി പാസ്സാക്കി. സെക്കൻഡ് സെമസ്റ്റർ എക്സാമിനും ഞാനാണെങ്കിൽ 20 പേർക്ക് തൈലം തൊട്ട് ഓരോ ആൾക്കും ഓരോ വിശ്വാസ പ്രമാണം ചൊല്ലി സമയം എടുത്ത് തന്നെ ഞാൻ പിള്ളേർക്ക് തൈലം തൊട്ട് പ്രാർത്ഥിക്കുന്നത്. ചിലർ പറയും എടി എന്താടി ഇത്രയും സമയം എടുക്കുന്നത്, ഞങ്ങൾക്ക് പെട്ടെന്ന് അതിന് പോകണം ഇതിന് പോകണം, ഓരോരോ തിരക്കുകൾ. ഞാൻ മാത്രമേ എൻ്റെ ബാച്ചിൽ ഉടമ്പടി എടുത്തിട്ടുള്ളൂ. അവർക്കാർക്കും അപ്പോൾ സമയം മാതാവിന് കൊടുക്കുന്നതിനുള്ള പ്രാധാന്യം അവർക്കറിയത്തില്ല. പക്ഷേ എനിക്ക് അതുപോലെ അല്ല, എനിക്കറിയാം മാതാവിന് എത്ര സമയം കൊടുത്താലും അതിൻ്റെ ഇരട്ടി മാതാവ് നമ്മുടെ കൂടെ നിൽക്കുന്ന ആളാ എന്ന് അറിയാം. എപ്പോഴും 24 hours മാതാവിന് നമ്മുടെ കൂടെ നിൽക്കാമെങ്കിൽ നമുക്ക് ഒരു ദിവസം കുറച്ച് നേരമെങ്കിലും മാതാവിന് വേണ്ടി ചിലവഴിക്കാൻ പറ്റണമല്ലോ. അപ്പം ഞാൻ അങ്ങനെ പ്രാർത്ഥിച്ച് രാവിലെ 3 മണിക്ക് എണ്ണിട്ട് ഞങ്ങൾ കൊന്തയിലും. എല്ലാ പിള്ളേരും 20 പേരൊന്നും വരത്തില്ല കൊന്തയിലും, പക്ഷേ കുറച്ച് പേരെന്നോട് പറയായിരുന്നു രാവിലെ വിളിക്കണേ എന്ന് പറയുമ്പോൾ ഞാൻ അവരെ വിളിക്കും. ഞങ്ങളിരുന്ന് 3 മണിക്ക് കൊന്തയൊക്കെ യൂട്യൂബ് നോക്കി ഞങ്ങൾ പഠിച്ചത്. ഞങ്ങൾ ഹിന്ദുസ് ആയതുകൊണ്ട് ഞങ്ങൾക്ക് അതൊന്നും അറിയത്തില്ലായിരുന്നു. അതെല്ലാം ഞങ്ങൾ പഠിച്ച് അത് ഞാൻ രാവിലെ ചൊല്ലും. പിന്നെ ഞാൻ പ്രാർത്ഥന ചൊല്ലിയിട്ട് ഞാൻ എന്നും പരീക്ഷയ്ക്ക് പോകത്തുള്ളായിരുന്നു. ഉപ്പൊക്കെ ഇട്ട് പ്രാർത്ഥിച്ച് ബുക്ക്ലെറ്റിൽ ഞങ്ങളെല്ലാവരും, ഞാൻ മാത്രമല്ല എല്ലാ പിള്ളേർക്കും ഞങ്ങളുടെ യൂണിഫോം വരെ മാതാവിൻ്റെ തിരിയുടെ കളറാണ്, പച്ച കളറാണ്. യൂണിഫോമിൻ്റെ പോക്കറ്റിൻ്റെ അകത്ത് ഞങ്ങളെല്ലാം ഉപ്പിട്ടുകൊണ്ടേ പോകത്തുള്ളൂ. ഉപ്പും കാശ് ഞാൻ പോകുന്ന കാശ് രൂപമായിട്ട്. അവർക്കാർക്കും കാശ് രൂപ ഇല്ലല്ലോ, അവർക്കെല്ലാം ഞാൻ ലോക്കറ്റ് മേടിച്ച് കൊടുത്തിട്ടുണ്ട്. മിക്ക പിള്ളേരുടെ കയ്യിൽ ലോക്കറ്റുണ്ട്. അവർ അതുമായിട്ട് വരും. ഞാൻ ഉപ്പൊക്കെ കൊടുക്കും. എല്ലാം ഞങ്ങൾ ഇറങ്ങി കഴിയുമ്പോൾ ഞാനും എൻ്റെ ഫ്രണ്ടൂടെ മാതാവേ ഇനി എക്സാം എഴുതാൻ ഇവിടെ വരേണ്ട ആവശ്യം വരല്ലേ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കും. ഇപ്പോഴും എനിക്ക് ഈ പ്രാവശ്യം റിസൾട്ട് വന്നപ്പോൾ എന്നെ ഫസ്റ്റ് ക്ലാസ് നൽകി പാസ്സാക്കി. അമ്മാവതാന് തിരുമാനും ഒരുപാട് നന്ദി. ഇനിയും കുറേ അനുഗ്രഹങ്ങൾ ഞങ്ങൾക്ക് കിട്ടുമെന്ന് ഞങ്ങൾക്ക് ഉറപ്പാണ്. കാരണം മാതാവിൻ്റെ അനുഗ്രഹങ്ങൾ കിട്ടിയില്ലെങ്കിലും നമുക്ക് കുഴപ്പമില്ല, നമ്മൾ ഇതിൽ ചേർന്നങ്ങ് പോകണം. ആത്മീയമായിട്ടുള്ള വളർച്ചയാണ് നമുക്ക് വലുത്. അല്ലാണ്ട് എപ്പോഴും അനുഗ്രഹത്തിന് വേണ്ടി മാത്രം നമ്മൾ പ്രാർത്ഥിക്കാൻ നിന്നാൽ ആ പ്രാർത്ഥനയ്ക്ക് ഒരു വാല്യൂ ഇല്ല. എപ്പോഴും അങ്ങനെ പ്രാർത്ഥിച്ച് നമുക്കതിന് വാല്യൂ ഇല്ലല്ലോ. പിന്നെ എൻ്റെ കാലിനാണെങ്കിൽ നഖം പോയായിരുന്നു.
അതിന് വേദന ഉണ്ടായിരുന്നു. ചേച്ചിയുടെ കല്യാണ സമയത്താകുമ്പോൾ പോയി വേദന ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ അവരുടെ ഓരോരോ കാര്യങ്ങൾക്ക് നടന്നപ്പോൾ എൻ്റെ കാലിലും നഖത്തിനിടയ്ക്ക് എല്ലാം മണ്ണ് കയറി. അപ്പം എനിക്ക് പ്രോപ്പറായിട്ട് കെയർ ചെയ്യാനൊന്നും പറ്റിയില്ല. അത് കഴിഞ്ഞ് നഖമൊക്കെ പ്രോപ്പറായിട്ട് കിളിച്ച് വരണേന്നൊക്കെ പറഞ്ഞ് ഞാൻ മാതാവിനോട് പ്രാർത്ഥിച്ചായിരുന്നു. അതിൻ്റെ ഫലമായിട്ട് എല്ലാം നല്ലതായിട്ട് കിളിച്ച് വന്നു. പക്ഷേ കുറേ നാൾക്ക് ശേഷം ഞാൻ തിരിച്ച് ബാംഗ്ലൂർ പോയി കഴിഞ്ഞപ്പോൾ എൻ്റെ കാലിൻ്റെ അകത്ത് ആ വിരലിൻ്റെ അകത്തൊരു വേദന. അപ്പോൾ എനിക്ക് ഭയങ്കര പേടിയായി. ഇനി ഇൻഫെക്ഷൻ വല്ല ഉള്ളിലോ എന്തെങ്കിലും പൊടിയോ അഴുക്കോ കയറി അങ്ങനെ എന്തെങ്കിലും ആയിരിക്കുമോ, വിരൽ മുറിച്ച് കളയേണ്ടി വരുമോ, അങ്ങനെയൊക്കെ പറഞ്ഞ് ഞാൻ അമ്മയെ വിളിച്ച് കഴിഞ്ഞപ്പോൾ അമ്മ പറഞ്ഞു, എന്തിനും നമ്മുടെ കയ്യിലല്ലേ ആയതിരിക്കുന്നത്, ഉപ്പ് തേച്ചാൽ മതി, ഉപ്പ് പെരട്ട് നീ വെള്ളത്തിൽ ചലിച്ചാൽ ഉപ്പ് പൊത്തി വെച്ചു. അപ്പോൾ പിള്ളേരെല്ലാം ചോദിച്ചു ഉപ്പ് ഉണങ്ങി കഴിയുമ്പോൾ വെള്ള കളറിയിരിക്കും, ഇതെന്തോ കാലയിൽ എല്ലാവരും എന്നോട് ചോദിച്ചു. ഞാൻ പറഞ്ഞു മാതാവിൻ്റെ ഉപ്പാന്ന് എല്ലാവരോടും പറഞ്ഞു. ഞാൻ ഇപ്പോഴും ഉപ്പിട്ട വെള്ളത്തിലാണ് ഞാൻ കുളിക്കുന്ന പോലും. എനിക്ക് എന്നും ഓരോരോ അസുഖങ്ങളായതുകൊണ്ട് അങ്ങനെ അത് ഒറ്റ ദിവസം വെച്ചോളൂ. ഓരോ ഓവർനൈറ്റ് കഴിഞ്ഞപ്പോഴത്തേക്ക് അത് മാറി. അത് പൂർണ്ണമായിട്ട് വേദന പിന്നെ എനിക്ക് വന്നിട്ടില്ല. മാതാവ് എന്നെ അങ്ങനെ അനുഗ്രഹിച്ചു. പിന്നെ ഞങ്ങൾ ചെയ്യുന്ന കാരുണ്യ പ്രവൃത്തി, ക്യാൻസർ രോഗികളല്ലാതെ നമ്മുടെ ഫോണിലൊക്കെ ഓരോരോ അസുഖങ്ങൾ, കിഡ്നി ഫെയിലിയർ, അത് ഇത് നമ്മൾ ഓരോന്ന് കാണുന്ന അനുസരിച്ച് അമ്മയെ അയച്ചു കൊടുക്കും പൈസ. അമ്മ എനിക്ക് അയച്ചു തരും, ഞാനും അയച്ചു കൊടുക്കും. ചേച്ചിയാണേലും അമ്മയ്ക്ക് പൈസ അയച്ചു കൊടുക്കും. ഒരുമിച്ച് എന്തെങ്കിലും അയച്ചു കൊടുത്തേക്കും. അമ്മയെ ഇങ്ങനെ കാണുമ്പോൾ അമ്മ എൻ്റെ ഇതിലൂടെ അയച്ചു കൊടുത്തേക്കണേ എന്ന് പറഞ്ഞ് ചേച്ചിയാണേലും അങ്ങനെ അയച്ചു തരും. ഞങ്ങളങ്ങനെ എല്ലാവർക്കും അയച്ചു കൊടുക്കും. പിന്നെ പ്രേക്ഷിത പ്രവർത്തനമായിട്ട് ഇവിടുന്ന് പത്രം മേടിക്കും. അമ്മ മിക്ക മാസവും പത്രം മേടിച്ച് എല്ലാവർക്കും നടന്ന് ഓരോ സ്ഥലങ്ങളിൽ ഓരോ വീട്ടിൽ അറിയാത്തവരുടെ വീട് എന്നാലും അമ്മയ്ക്കൊരു ഭയമില്ല. ഞാൻ പറയാം അമ്മയെ സൂക്ഷിച്ചു പോണേ, ഇപ്പോഴത്തെ കാലം എങ്ങനെ അമ്മ ഇങ്ങനെ ഒറ്റയ്ക്ക് വീട്ടിലൊക്കെ. അപ്പോൾ പറയും കുഴപ്പമില്ല മോനെ, മാതാ ഉണ്ടല്ലോ, ഒറ്റയ്ക്കല്ലല്ലോ. അമ്മ എല്ലായിടത്തും പോയി 10-20 മിനിറ്റ് ഇരുന്ന് അമ്മ ഞങ്ങളുടെ സാക്ഷിയല്ല എല്ലാ വീട്ടിലും പറഞ്ഞ് എല്ലാവർക്കും പത്രം കൊടുത്ത് അപ്പം തന്നെ എല്ലാവരും പറയും ഞങ്ങൾക്ക് ഇനിയും കൊണ്ടുവന്ന് തരണേ, അങ്ങനെയൊക്കെ പറഞ്ഞ് എല്ലാവരും വിടുന്നത്. അത് കഴിഞ്ഞ് ഞാനാണേലും ബാംഗ്ലൂരായാലും പത്രം ഞങ്ങളുടെ കോളേജിൽ എല്ലാവർക്കും, കൂടുതലും മലയാളീസ്, അവർക്കെല്ലാം കൊണ്ടുപോയി കൊടുക്കും. പിന്നെ ഇവിടുന്ന് ലോക്കറ്റ് മേടിച്ച് കൊടുക്കും. അവർക്കൊക്കെ കാശ് രൂപം വേണമെന്നൊരാഗ്രഹം. പക്ഷേ എനിക്ക് ഫസ്റ്റ് കാശ് രൂപം കിട്ടിയപ്പം മറ്റേ ഗോൾഡ് മെഡൽ കിട്ടിയൊരു ഫീലായിരുന്നു എനിക്ക്. അതുപോലെ അവർക്കും അതങ്ങനെ വേണമെന്നുണ്ട്. ഞാൻ പറഞ്ഞു പക്ഷേ അത് പെട്ടെന്ന് കിട്ടുന്നൊരു സാധനമല്ലല്ലോ കാശ് രൂപം. ഞാൻ പറഞ്ഞു ഇപ്പം നിങ്ങൾക്ക് ലോക്കറ്റ് ഉപയോഗിക്കാനുള്ള ഇതേ ഉള്ളൂ, പക്ഷേ നിങ്ങൾ അവിടെ ചെന്ന് ഉടമ്പടി എടുക്കുകയാണെങ്കിൽ എന്തായാലും കാശ് രൂപം കിട്ടുമെന്ന് ഞാൻ പറയും. അത് കഴിഞ്ഞ് എല്ലാവർക്കും ലോക്കറ്റ് മേടിച്ച് കൊടുക്കും, തേൻ മേടിച്ച് കൊടുക്കും, ഉപ്പ് മേടിച്ച് കൊടുക്കും. പിന്നെ ഞാൻ എൻ്റെ ഉടമ്പടിക്കകത്ത് കൂടുതലും വേറെ ഉള്ള കാര്യങ്ങളെ എഴുതത്തുള്ളൂ, വേറെ ആൾക്കാരുടെ കാര്യങ്ങളെ എഴുതത്തുള്ളൂ. എൻ്റെ കാര്യങ്ങൾ ഞാൻ അങ്ങനെ എഴുതാറില്ല. വേറെ ആരെങ്കിലും എന്തെങ്കിലും രോഗം പറയുകയാണെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, അവരുടെ കാര്യങ്ങൾ എഴുതുക. അങ്ങനെ അമ്മേനോട് പറയും നിൻ്റെ എഴുത്. ഞാൻ പറയും വേണ്ട അമ്മേ, കുഴപ്പമില്ല, അവരുടെ മാറട്ടെ, നമ്മുടെ മാതാവിനെ അറിയാമല്ലോ. അവരെ ആർക്കും മാതാവിന് പരിചയമില്ലല്ലോ വലുതായിട്ട്, അപ്പം കുഴപ്പമില്ല, നമ്മൾ പറയുമ്പോൾ അവരുടെ മാറി കിട്ടുവാണെങ്കിൽ അതല്ലേ നല്ലതെന്ന് പറയും. ഇതൊക്കെയാണ് ഞങ്ങൾ ARL പ്രേക്ഷിത പ്രവർത്തനങ്ങൾ. പിന്നെ ഞങ്ങളുടെ ആത്മീയമായ വളർച്ച, ഞങ്ങൾ ദിവസവും ബൈബിൾ വായിക്കും, അരമണിക്കൂർ ബൈബിൾ വായിക്കും. കൊന്തയല്ല, ഞാൻ പറഞ്ഞില്ലേ, യൂട്യൂബ് നോക്കി പഠിച്ച് ഞങ്ങൾ കൊന്തയില്ല, അത് അമ്മയും പഠിച്ച് അങ്ങനെ ഞങ്ങൾ കൊന്ത എത്തിക്കും, എന്നും കൊന്ത എത്തിക്കും. രാവിലെ രാത്രിയിലും കറക്റ്റായിട്ട് പ്രാർത്ഥന ചൊല്ലും. പിന്നെ ധ്യാനം കേൾക്കും, ഞങ്ങൾ എന്നും കേൾക്കും. എന്നുവെച്ചാൽ കറക്റ്റായിട്ട് എല്ലാ ആഴ്ചയിലും കേൾക്കും. അമ്മയാണെങ്കിൽ ദിവസം ധ്യാനം കേൾക്കുമെന്ന് തന്നെ പറയാം. കാരണം പഴയ ധ്യാനങ്ങൾ വരെ എടുത്തു വെച്ച് കേൾക്കും. എന്നോട് പറയും യൂട്യൂബിൽ ഓരോന്ന് രാവിലെ തൊട്ട് വെച്ച് അന്നെന്നുള്ളത് പെട്ടെന്ന് കഴിയുമല്ലോ, തീരുമല്ലോ, വരുന്നതനുസരിച്ച് അമ്മ കാണുമോ, പിന്നെ വേറെ കാണാനില്ല. അപ്പോൾ അമ്മ ബാക്ക് അടിച്ച് പണ്ടത്തെ ധ്യാനങ്ങളും പണ്ടത്തെ സാക്ഷ്യങ്ങളും ഒക്കെ എടുത്തു വെച്ച് കേൾക്കും. എപ്പോഴും മാതാവിൻ്റെ നമുക്ക് ആ ഒരു സ്പിരിറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. മാതാവിൻ്റെ വീട്ടിൽ ആ ഒരു സ്പിരിറ്റ് നമുക്ക് ഫീൽ ചെയ്യാം. മാതാവ് കൂടെ ഉള്ള പോലെ നമുക്ക് ഒരു വിശ്വാസം എപ്പോഴും. ഇനി ഞാനാണെങ്കിലും പഠനത്തിൽ നോട്ട് മൈ മെറിറ്റിൽ ബട്ട് ബൈ ഗ്രേസിൽ തന്നെ മുന്നോട്ട് പോകുന്നത്. അമ്മമാതാവിനും തിരുകുമാരനും ഇത്രയും അനുഗ്രഹങ്ങൾ നൽകി അമ്മമാതാവിനും തിരുകുമാരനും ഒരു കോടി നന്ദി. ഇനി എൻ്റെ ചേച്ചിക്ക് കൊടുക്കാം. ചേച്ചി, ഞങ്ങൾക്ക് ഇത്രയും അനുഗ്രഹം നൽകിയ മാതാവിനും ഈശോയ്ക്കും കോടാനുകോടി നന്ദി പറയുന്നു. അവൻ മലമേൽ കയറി താൻ ഇഷ്ടപ്പെട്ടവരെ തൻ്റെ അടുക്കൽ വിളിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്നു. മർക്കോസിൻ്റെ സുവിശേഷം 3-ാം അധ്യായം 13-ാം തിരുവചനമാണ്. ഈശോയുടെ വിളി ഒരു വ്യക്തിപരമായ ഒരു വിളിയാണ്. മലമുകളിൽ കയറി ദൈവ സാന്നിധ്യത്തിലേക്ക് ഉയർന്ന് ഇഷ്ടപ്പെട്ടവരെ അവിടത്തേക്ക് വിളിച്ചു. അതായത് തിരഞ്ഞെടുക്കപ്പെട്ടവരെ വിളിച്ചു. അവർ അവൻ്റെ അടുക്കൽ വന്നു എന്നാണ്. അവർ ആ വിളി ശ്രവിച്ചവരാണ്. അനുസരണയോടുകൂടിയാണ് അവർ ദൈവത്തിൻ്റെ അരികിലേക്ക്, ഈശോയുടെ അരികിലേക്ക് പോയത്. ഉടമ്പടിയും ഇതുപോലെയാണ്, ഒരാത്മീയ പദ്ധതിയാണ്. കൃപാസനം ഉടമ്പടിയിൽ നാം ദൈവത്തിൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട മക്കളാണെന്ന് നാം തിരിച്ചറിയുകയാണ്. ഉടമ്പടി ഈ ആത്മീയ പദ്ധതിയിലേക്ക് വരുമ്പോൾ ദൈവം നമ്മെ ആത്മീയ ജീവിതത്തിലേക്കാണ് വിളിക്കുന്നത്, തിരഞ്ഞെടുത്തത്. ജീവിതത്തിൻ്റെ തിരക്കുകൾക്കിടയിൽ, നമ്മുടെ ബലഹീനതകളുടെ ഇടയിൽ, പ്രശ്നങ്ങളുടെ ഇടയിൽ, ഫാമിലി പ്രശ്നങ്ങളുടെ, കുടുംബ പ്രശ്നങ്ങളുടെ ഇടയിൽ
ഒരുപക്ഷെ ദൈവത്തിൻ്റെ ആ ശബ്ദം നാം അവഗണിച്ചിരിക്കാം. പക്ഷെങ്കിൽ ഉടമ്പടി നമ്മെ തിരിച്ചു വിളിക്കുകയാണ്. നാം ഓരോരുത്തരെയും ദൈവത്തിൻ്റെ ആ ശബ്ദം കേട്ട് ആത്മീയ പാതയിൽ കൂടെ സഞ്ചരിക്കാനുള്ള ഒരു വിളിയാണ് ഉടമ്പടി. പരിശുദ്ധ അമ്മ, കൃപാസനം അമ്മയാണ് നമ്മെ ഓരോരുത്തരെയും ദൈവസന്നിധിയിൽ ജീവിക്കുവാനും നമ്മെ ശക്തിപ്പെടുത്തുന്നത്. ദൈവസന്നിധിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട ഈ മക്കളുടെ ഒരു വലിയ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷ്യമാണ് നാം ഇപ്പോൾ കേട്ടത്. പ്രജാതയും മകൾ അമൃതയും അശ്വതിയും നമ്മളോട് ഷെയർ ചെയ്തത്. കൃപാസനം ഉടമ്പടി ഒരു തിരഞ്ഞെടുപ്പാണ്, ഒരു സമർപ്പണ ജീവിതമാണ്. ഫലം കായ്ക്കുന്ന ആത്മീയതയിലേക്കാണ് നമ്മെ ഓരോരുത്തരെയും നയിക്കുന്നത്. പ്രാർത്ഥനയിൽ സ്ഥിരതയും പാപത്തിൽ നിന്ന് മോചനവും കുടുംബത്തിൽ സന്തോഷവും സമാധാനവും വിശ്വാസത്തിൽ വളർച്ചയുമാണ് നമുക്ക് ഉടമ്പടിയിൽ കൂടെ ലഭിക്കുന്നത്. നമ്മുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ തിരഞ്ഞെടുത്ത ജനങ്ങളായിട്ട്, അതായത് ഉടമ്പടി മക്കളെ ആയിട്ട് നമ്മളെ തിരഞ്ഞെടുത്തതിന് ഈശോയ്ക്കും അമ്മയ്ക്കും നമുക്ക് നന്ദി പറയാം. നമ്മുടെ ഹൃദയം ശുദ്ധമാക്കി സ്നേഹത്തിലും ക്ഷമയിലും വിശ്വാസത്തിലും ഉടമ്പടി ജീവിതം മുന്നോട്ട് നയിക്കാൻ ഈശോയും അമ്മയും നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം. അമൃതയ്ക്കും കുടുംബത്തിന് ലഭിച്ച എല്ലാ അനുഗ്രഹങ്ങൾക്കും ഈ മകൾ പിന്നെ പറഞ്ഞത് പത്രങ്ങളാണ്. അതായത് അവരെടുക്കുന്ന അവരുടെ ആ തീഷ്ണതയാണ് മറ്റുള്ളവരെ അറിയിക്കാനും അറിഞ്ഞവരെ ആഴപ്പെടുത്താനും അറിയാത്തവരെ അറിയിക്കാനുമുള്ള ആ തീഷ്ണത. പത്രം കൊടുക്കുവാനും വീടുകൾ തോറും പറഞ്ഞെന്ന് അവർക്കുള്ള അനുഭവങ്ങൾ മറ്റുള്ളവരോട് ഷെയർ ചെയ്യാനുമുള്ള ആ ആഗ്രഹമാണ്, ആ തീഷ്ണതയാണ് ഒരുപക്ഷെ ഇവരെ കൂടുതൽ ദൈവത്തിലേക്ക് അടുപ്പിക്കുവാനും. ഇവിടെ എല്ലാ കാര്യങ്ങളും ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ഈശോയും അമ്മയും കൊടുക്കുകയാണ്. നമ്മുടെ ജീവിതത്തിലും ഉറച്ച വിശ്വാസത്തോടെ കൂടുതൽ തീഷ്ണതയോടെ നമ്മുടെ ഉടമ്പടി ജീവിതം നമുക്ക് മുന്നോട്ട് നയിക്കാം. ഈശോയും അമ്മയും കനിഞ്ഞ് നൽകിയ അനുഗ്രഹത്തിനും പ്രത്യേകിച്ചും പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കി മാറ്റിയ പ്രജാതിക്കും കുടുംബത്തിനും നമുക്ക് കരങ്ങളടിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്താം. യേശുവേ നന്ദി, യേശുവേ സ്തുതി.